ഈ ഒരു 2025 എത്തുമ്പോൾ ഒരു എത്ര ബിസിനസ് തുടങ്ങി കാണും? ഒരു 10-20 കൂടുതൽ ബിസിനസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എത്ര ബിസിനസ് ഒരു അൾട്ടിമേറ്റ് ഫെയിൽ ആയിട്ടുണ്ട്, മീൻസ് കംപ്ലീറ്റ് അൾട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള? എനിക്കൊരു 7 ബിസിനസ്സോളം സക്സസ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഫ്ലോപ്പായിരുന്നു. ഇന്ത്യയിൽ പ്യുവർ ബിസിനസ് എന്ന് പറയുന്നത് ബിസിനസ് ഓണർ ഇല്ലാതെ സിസ്റ്റംസും പ്രോസസ്സും വെച്ച് സ്കെയിലപ്പ് ആവുന്നതിന് മാത്രമാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അറൗണ്ട് ഒരു 70% സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. നമുക്ക് ഒരു ബിസിനസ് ഫെയിലായി പോകുന്നത് തുടങ്ങിയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് തന്നെ ഫെയിലായി പോകുന്നതിൻ്റെ മെയിൻ കാരണം ഒന്ന് ഫൗണ്ടർ കോൺഫ്ലിക്റ്റ് ആണ്. അതെ, പാർട്ണർഷിപ്പ് കോൺഫ്ലിക്റ്റ്, ഫൗണ്ടേഴ്സുമായിട്ടുള്ള നമ്മളെ പ്രശ്നങ്ങൾ. രണ്ടാമത്തത് മെയിനായിട്ട് നമ്മൾ ഇനിഷ്യൽ ലെവലുള്ള ഫണ്ടിങ്ങും കാര്യങ്ങളും. പിന്നെ മൂന്നാമത്തത് ഈ സിസ്റ്റം പ്രോപ്പർ അല്ലാത്തതുകൊണ്ട്. ആദ്യത്തെ കട ഫെയിലായി, സെയിം കട തന്നെ ഞങ്ങൾ ലാഭത്തിലാക്കി വിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നാണ് കുറേ കാര്യങ്ങൾ പഠിച്ചത്. അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞ ഒരു രീതിയിൽ ആ വിഷൻ ആൻഡ് മിഷൻ ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇപ്പോൾ 2 പാർട്ണറിനും കാശുണ്ടാക്കിയാൽ മതി, എങ്ങനെ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ആ ബിസിനസ് ഓടും. കാരണം അവരുടെ മിഷനും ഒന്നാണ്. സ്കില്ലാണ്. അതെ, ബാക്കിയെല്ലാം AI കവർ ചെയ്യും. അതിന് ട്രെയിൻ ചെയ്യുന്ന സ്കില്ലുകൾ നമ്മൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. പുതുതായിട്ട് ബിസിനസ്സിന് ആഗ്രഹം ഉള്ള കുറേ ആൾക്കാരുണ്ട്. അവർ മെയിനായിട്ട് വരുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇത് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. സത്യം പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആവാൻ പറ്റില്ല. നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുക, ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. ഹായ് എവരിവൺ, നമ്മളിന്ന് പുതിയൊരു പോഡ്കാസ്റ്റ് എപ്പിസോഡിലോട്ട് പോവുകയാണ്. ഇന്ന് നമ്മളോട് ഉള്ള ആൾ ഒരു സ്പെഷ്യലായിട്ടൊരു ഗസ്റ്റാണ്. ആൾ മൾട്ടിപ്പിൾ ബിസിനസ്, അതും സക്സസ്ഫുള്ളായിട്ട് മൾട്ടിപ്പിൾ ബിസിനസ് ഹാൻഡിൽ ചെയ്യാണ്. മാത്രമല്ല ആൾ ബിസിനസ് ഒരു ഏകദേശം ഒരു 10-15 ഇയേഴ്സായിട്ട് ആൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല ബിസിനസ്സുകളും ചെയ്ത് ഫെയിലായി, അതിൽ നിന്ന് എന്താ പറയുക, ഒരു ഗ്രൗണ്ടഡ് വരെ എത്തി, വീണ്ടും അതിൽ നിന്ന് മുന്നോട്ട് കയറി വന്ന് ഇന്ന് പല സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സും ഇന്ന് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആളെ വെൽക്കം ചെയ്യാം. ഹസൻ റാവുത്ത്. താങ്ക്സ് ഫോർ കമ്മിങ് ടു മൈ പോഡ്കാസ്റ്റ്. താങ്ക് യു. ഓക്കെ, ഹസനുമായിട്ട് നമ്മൾ ഹസൻ്റെ ചാനലിൽ ഒരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇവിടെ ഈ വീഡിയോയുടെ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം. അത് നമ്മൾ കൂടുതലും ഡ്രോപ്പ് ഷിപ്പിംഗ് ഇ-കോമേഴ്സിനെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്ക് ബിസിനസ് എങ്ങനെയാണ് നമുക്കൊരു ബിസിനസ് നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് സ്കെയിൽ ചെയ്ത് പോവാം. അപ്പോൾ അത് ഹസൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ എൻ്റെ ചാനലിൽ അത് കൊണ്ടുവരാമെന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഹസൻ്റെ എങ്ങനെയായിരുന്നു ഈ സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ, മീൻസ് കോളേജ് സ്റ്റഡീസ്? ഞാനിവിടെ +2 വരെ നാട്ടിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് VHSC ആയിരുന്നു. നേരെ ബാംഗ്ലൂരോട്ട് നേഴ്സിംഗ് ആയിരുന്നു. നേഴ്സിംഗ് ജസ്റ്റ് അതൊരു VHSC MLT ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു പ്രോപ്പറായിട്ട് കരിയർ ഗൈഡൻസ് കിട്ടിയിട്ടില്ല. മാർക്ക് കുറവായതുകൊണ്ട് നാട്ടിലെങ്ങും അഡ്മിഷനും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ കൊണ്ട് വന്നത് ബാംഗ്ലൂർ നേഴ്സിംഗ്. അപ്പോൾ നോക്കി ബാംഗ്ലൂർ 2008 ബാംഗ്ലൂർ എന്നുള്ളൊരു ഇതിൽ ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയത്. പക്ഷെ അതായിരുന്നു സത്യം പറഞ്ഞൊരു വഴിത്തിരിവ് എന്ന് പറയുന്നത്. ആ ഒരു 4 വർഷം. അപ്പോൾ അവിടെ നിന്ന് എപ്പോഴായിരുന്നു ഫസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്? ഫസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. വീട്ടിൽ ഒരു പലചരക്ക് കട ഞങ്ങൾ പ്രൊഫഷണൽ സ്റ്റോർ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ബിസിനസ് എന്ന് പറയുന്നത് ആക്ച്വലി അതിനൊരു വേറെ ഡെഫിനിഷനുണ്ട്. അത് ഞാൻ നമ്മൾ ഈ കഥ തീരുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഈ പലചരക്ക് കടയായിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വാപ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും കൂടെ അവിടെ പോയിരിക്കും, അങ്ങനെയാണ്. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ അവിടെ വെറുതെ പോയിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നാട്ടിൽ എന്തെങ്കിലും പുതിയൊരു ഇന്നോവേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. ചെറിയ ഗ്രാമമാണ് നമ്മളവിടെ. അങ്ങനെയുള്ള രീതിയിൽ നിന്നപ്പോഴാണ് ഈ BPL മാറിയിട്ട് ഹച്ചാവുന്ന സമയം ഉണ്ടായിരുന്നു. സിം. അപ്പോൾ അവിടെ ആ നാട്ടിലൊന്നും ആരുടെയും മൊബൈലില്ല, സിം എങ്ങനെ എടുക്കണമെന്നില്ല. അപ്പോൾ ആദ്യം ഞാൻ പോയിട്ട്
വരണമെന്നുണ്ടെങ്കിൽ കൊല്ലത്തല്ല ട്രിവാൻഡ്രത്ത് വരണമായിരുന്നു പുതിയൊരു കണക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ. ഞാൻ നേരെ ഹച്ചിൻ്റെ ഒരു ഇത് അപ്ലൈ ചെയ്ത് എനിക്ക് കിട്ടി. ഞാൻ നേരെ അവിടെ നാട്ടിൽ ഒരു സിമ്മിൻ്റെ ഒരു സംഭവം കടയുടെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ബിസിനസ് പറയാം. അവിടെ തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം അത് നല്ല രീതിക്ക് അവിടെ സക്സസ് ആയി. നല്ല അപ്പോഴത്തെ ആ ഒരു സ്റ്റേജിലെ റവന്യൂ ഒക്കെ ആണെങ്കിൽ നല്ല വരുമാനമായിരുന്നു. എനിക്ക് 8ാം ക്ലാസ്സിലേക്ക് ഒരു ഡെയിലി 10,000 രൂപയൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം വലിയൊരു വരുമാനമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു 10ാം ക്ലാസ് +2 വരെയൊക്കെ അത് കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ അത് ഫുള്ളി ഷട്ട് ഡൗൺ ആയി. ആ പരിപാടികളെ അപ്പോൾ ബാംഗ്ലൂർ പോയിട്ട് പിന്നെ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ഒരു സൈഡായിരുന്നു. അത് ഇതിപ്പം പഠിക്കുന്നതിനെ കൂടെ ചെയ്തതല്ലേ, നല്ല ചെറിയൊരു പ്രായമല്ലേ. അപ്പോൾ ഒഫീഷ്യലി ഫസ്റ്റ് ബിസിനസ് ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2017 പിന്നെ ബാംഗ്ലൂർ പഠിക്കാൻ പോയപ്പോഴായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി പോലെ ഞങ്ങൾ അഡ്മിഷൻ്റെ പരിപാടി അറിയാമല്ലോ, ഞങ്ങൾ ആ ഒരു ടീമെല്ലാം കൂടെ സെറ്റ് ചെയ്ത് ഫസ്റ്റ് ഞങ്ങളുടെ കോളേജിൽ തന്നെ അഡ്മിഷൻ ചെയ്യാമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും എൻക്വയറി വരുന്നുണ്ടായിരുന്നു ബാംഗ്ലൂർ പോയി എങ്ങനെ ബാംഗ്ലൂർ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത്. അപ്പോൾ കോളേജിൽ നിന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു നിങ്ങളിവിടെ ആളെ പിടിച്ച് ഒന്ന് കമ്മീഷൻ തരാം. അപ്പോൾ ഞങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവിടെ എത്തുമ്പോൾ വേറെ റവന്യൂ സോഴ്സസ് ഒന്നുമില്ല, പഠിക്കാൻ പോവാണ്. വീട്ടിൽ നിന്നാണെങ്കിൽ ആകെ ചെറിയ പോക്കറ്റ് മണീസാണ് തരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇതിൻ്റെ കൂടെ തന്നെ പാർട്ട് ടൈം ജോബിന് പോകുമായിരുന്നു. ഈ ഒഡീസി വർക്ക്, ഔട്ട്ഡോർ കാറ്ററിംഗ് എന്ന് പറയും, 5-star ഹോട്ടലിലൊക്കെ പോകുമായിരുന്നു. നമുക്ക് സെക്കൻഡ് ഇയർ തൊട്ടൊക്കെ ഞങ്ങൾ പിന്നെ ഹോം കെയർ ഡ്യൂട്ടിക്കൊക്കെ പോകുമായിരുന്നു. ഹോം കെയർ മീൻസ് ഈ രജിസ്റ്റേർഡ് നേഴ്സ് അല്ലാത്ത ജസ്റ്റ് ഇഞ്ചക്ഷൻ എടുക്കാനും ഇൻസുലിൻ കൊടുക്കാനും അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രായ ആൾക്കാരിലേക്ക് വിളിക്കുമായിരുന്നു ഞങ്ങളെയൊക്കെ തന്നെ. അവിടെ നഴ്സിംഗ് പഠിക്കുന്നതുകൊണ്ട് അവർക്ക് എളുപ്പം ചീപ്പായിട്ട് കിട്ടുന്നത് ഞങ്ങളെയായിരുന്നു. മറ്റേ പ്രൊഫഷണൽ ഏജൻസി വഴി വിളിക്കുമ്പോൾ ഒരു സെഷന് 500-600 കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് 100 തന്നാൽ മതി. ഞങ്ങൾക്കതൊരു വലിയ എമൗണ്ട് ആയിരുന്നു. അപ്പോൾ മെഡിക്കൽ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടാണോ ഫസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്? അല്ല, എഡ്യൂക്കേഷൻ ആയിരുന്നു. എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ മെഡിക്കൽ ഫീൽഡ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തത്, താല്പര്യമില്ല? അത് ഞാൻ പഠിച്ചുകൊണ്ട് നിന്നപ്പോൾ ഞാൻ 8 വർഷം എടുത്താണ് നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. കോഴ്സ് എത്ര? 5 വർഷമാണോ? 4 വർഷം. അത് ഇൻട്രസ്റ്റ് ഇല്ലാതെ പഠിച്ച സംഭവമാണ്. അത് എന്താ നമ്മുടെ കരിയർ പാഷൻ അതല്ലായിരുന്നു, ബിസിനസ് ആയിരുന്നു. പിന്നെ ബാംഗ്ലൂർ അന്ന് പോയി കണ്ടു, പിന്നെ എഡ്യൂക്കേഷൻ ലോൺ എടുത്തു. പിന്നെ അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലേ ലോൺ അടയ്ക്കാൻ പറ്റുള്ളൂ. ആ ഒരു സ്റ്റേജിൽ ഞാൻ ഡ്രോപ്പ് ചെയ്താലോന്ന് ആലോചിച്ചുകൊണ്ട് പിന്നെ വീട്ടിലെ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്തായാലും വന്നതല്ലേ, ഡിഗ്രി അല്ലേ, എടുക്കാന്ന് വെച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന. അപ്പോൾ ഈ ഫസ്റ്റ് ഈ തുടങ്ങിയ ബിസിനസ് അതിന്റെ നെയിം എന്തായിരുന്നു അന്ന്? ഞങ്ങൾ ഫ്യൂച്ചർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്, ഈ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെ. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് ഇന്ന് ഈ ഒരു 2025 എത്തുമ്പോൾ ഒരു എത്ര ബിസിനസ് തുടങ്ങി കാണും? ഒരു 10-20 കൂടുതൽ ബിസിനസ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്, ഈ സിം ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് മറ്റേ ഈ ബാക്കി സിമ്മിൻ്റെ കൂടെ പരിപാടികളൊക്കെ അറിയാം. അപ്പോൾ അന്ന് 100 മെസ്സേജസ് ഫ്രീ കിട്ടും ഓരോ സിമ്മിനും. പിന്നെ അന്ന് ഈ യൂണിനോർ അങ്ങനെ കുറേ കമ്പനികളല്ലാതെ ഉണ്ടായിരുന്നു, ഡോകോമോ. അപ്പോൾ ഓരോ സിമ്മിനും ഇത്ര മെസ്സേജസ് ഫ്രീ കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് 11 ബോയ്സ് ഉണ്ട്, 49 ഗേൾസ്, 60 മെമ്പേഴ്സ് ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഈ 11 പേർക്കും സിമ്മുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം ഞങ്ങളുടെ കോൺടാക്റ്റുകൾക്ക് എല്ലാം ഇരുന്നിട്ട് ഒരു ടെംപ്ലേറ്റ് സെറ്റ് ചെയ്തിട്ട് മെസ്സേജ് അയക്കും, ഇന്ന് എന്നെ കോഴ്സുകൾക്ക് ഇവിടെ അഡ്മിഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊന്ന് കുറച്ച് ക്ലച്ചായി, നല്ല അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടി, നല്ലൊരു റവന്യൂ കിട്ടിയപ്പോഴാണ് ഞങ്ങൾ ലാപ്പൊക്കെ വാങ്ങുന്നത് അതിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നോക്കിയപ്പോൾ കൊള്ളാം, കുറച്ചും കൂടെയൊക്കെ സ്കെയിൽ ചെയ്യാന്നുള്ള രീതിയിലാണ്. അപ്പം ഈ സ്കൂളിൻ്റെയൊക്കെ ഡാറ്റാസ് അന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അന്ന് അപ്പോൾ ഡാറ്റ പർച്ചേസ് ചെയ്ത് വെച്ചപ്പോൾ ഡെയിലി 100 മെസ്സേജ് 10 പേര് അയച്ചാൽ 1000 മെസ്സേജേ പോകുന്നുള്ളൂ. അപ്പോൾ അതിനെന്ത് സൊല്യൂഷൻ നോക്കിയപ്പോഴായിരുന്നു അന്ന് ബൾക്ക് SMS അയക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ 2020 ആണെന്ന് ട്രൈ ചെയ്യാൻ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, TLD അപ്രൂവലൊക്കെ എടുത്താൽ. പിന്നെ അന്ന് അതിന് ഒരാവശ്യമില്ലായിരുന്നു. അന്ന് ഞങ്ങളുടെ ഹോസ്റ്റലിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ കൺസൾട്ടൻസി രജിസ്റ്റർ ചെയ്തത്. ജസ്റ്റ് ഒരു പോസ്റ്റ് കാർഡ് വെരിഫിക്കേഷൻ മാത്രം മതിയായിരുന്നു.
അന്ന് ഗൂഗിൾ പ്ലേസസ് അങ്ങ് ഉണ്ടായിരുന്നു. പ്ലേസ് ഗൂഗിൾ മാപ്സിൻ്റെ പ്ലേസ് അങ്ങനെ ആയിരുന്നു അതിൽ വന്നത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് രണ്ടാമത്തെ വർഷം തേർഡ് ഇയറൊക്കെ ആയപ്പോഴും ഞാൻ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി നേരെ ഹോം കെയർ ബിസിനസ്സിലേക്ക് ഷിഫ്റ്റായി. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി റണ്ണിങ് ഉണ്ട് പാർട്ട് ടൈം ആയിട്ട്. ഓക്കെ, ഈ അഡ്മിഷൻ ടൈമിൽ മാത്രമല്ല അതിന് ഒരു ഇതുള്ളൂ. അതെ. ഹോം കെയർ ബിസിനസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന, അപ്പോൾ ഞങ്ങളുടെ സീനിയേഴ്സൊക്കെ പോയി, പിന്നെ ഞങ്ങളായി സീനിയേഴ്സ്, അപ്പോൾ പിന്നെ മെയിൻ ഞങ്ങളായല്ലോ കോളേജിൽ. അപ്പോൾ ഞങ്ങൾ അതിനൊരു പ്യൂർ ഒരു ബിസിനസ് ഫോർമാറ്റിലോട്ട് കൊണ്ടുവന്നു. ബാക്കിയുള്ള കോളേജിൽ നിന്നൊക്കെ കണക്ഷൻസൊക്കെ ബിൽഡ് ചെയ്തിട്ട് ബാംഗ്ലൂർ മെയിനായിട്ട് അന്ന് കോമ്പറ്റീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഏജൻസികളുടെ കൂടെ തന്നെ ഞങ്ങളും പിടിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് അതുപോലെ വർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അവിടെ നിർത്താൻ എവിടെയാണ് നിങ്ങൾക്ക് ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്ര സ്കെയിലപ്പിലോട്ട് പോയപ്പോൾ സ്റ്റാഫിനെ മാനേജ് ചെയ്യാൻ പറ്റാതായിപ്പോയി ഞങ്ങൾക്ക്. അപ്പോൾ അതാണ് ഞാൻ ചോദിക്കാനുള്ളത്. നമുക്ക് ഇപ്പോൾ ഇത്രയും ബിസിനസ്, ഇപ്പം ഹസൻ പറഞ്ഞ 20+ ബിസിനസ്സുകൾ ഹസൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിൽ എത്ര ബിസിനസ് ഒരു അൾട്ടിമേറ്റ് ഫെയിൽ ആയിട്ടുണ്ട്, മീൻസ് കംപ്ലീറ്റ് അൾട്രാ ഫ്ലോപ്പ് ആയിട്ടുള്ള? എനിക്കൊരു 7 ബിസിനസ്സുകളാണ് സക്സസ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഫ്ലോപ്പ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫെയിലിയർ റീസൺസ് എന്തായിരിക്കും മെയിനായിട്ട്? ഫസ്റ്റ് ആദ്യത്തേത് സ്റ്റാഫിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പയ്യന്മാരാണ്, പഠിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ പാർട്ട് ടൈമായിട്ടല്ലേ ഇത് പോകുന്നത്. അപ്പോൾ പേഷ്യൻ്റ് നമ്മൾ ഒരു ഷെഡ്യൂൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. രാവിലെ ആയിരിക്കും അവർ വിളിച്ചിട്ട് പറയുന്നത് ഞാൻ വരുന്നില്ല. അന്ന് അവിടെ ചിലപ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ ആളില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു ഇഷ്യൂ വരും. കുറേയൊക്കെ ഞങ്ങൾ റീപ്ലേസ് ചെയ്ത് മാനേജ് ചെയ്തു. പിന്നെ അത് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഫർദറായിട്ട് തുടങ്ങിയ ബിസിനസ്സൊക്കെ ഉള്ള ഒരു റീസൺസ് എന്തായിരിക്കും? ഇപ്പോൾ മെയിനായിട്ട് നമുക്കിപ്പോൾ ഇത്രയും ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുമ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെയാണല്ലോ നമ്മൾ തുടങ്ങുന്നത്. അത് സക്സസ് ആവും, അതിൻ്റെ വലിയ സ്കെയിലപ്പ്, നമ്മൾ ഒരുപാട് ഡ്രീംസ് കണ്ടിട്ടാണ് ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അത് നമ്മളൊരു 3-4 മാസം തുടങ്ങിയിട്ട് അതങ്ങ് ഓഫായി പോകുമ്പോൾ, അപ്പോൾ നമുക്കൊരു എന്തായാലും ഓഫായി പോകുമ്പോൾ ഒരു ലെസൺ നമ്മൾ എന്തായാലും പഠിക്കും. അപ്പോൾ ഈ 7 ബിസിനസ്സിൽ നിന്നും നമുക്ക് എന്തായിരുന്നു മെയിനായിട്ട് ഒരു ലെസൺ? ആക്ച്വലി അത് കറക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഇന്ത്യയിൽ പ്യുവർ ബിസിനസ് എന്ന് പറയുന്നത് ബിസിനസ് ഓണർ ഇല്ലാതെ സിസ്റ്റംസും പ്രോസസ്സും വെച്ച് സ്കെയിലപ്പ് ആവുന്നതിന് മാത്രമാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അറൗണ്ട് ഒരു 70% സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. ബാക്കി 30% മാത്രമേ പ്യുവർ സിസ്റ്റം ഡ്രിവണായിട്ട് റണ്ണാവുന്നുള്ളൂ, അത് സ്കെയിലാവുന്നുള്ളൂ. ബാക്കിയെല്ലാം സെൽഫ് എംപ്ലോയ്മെൻ്റ് തന്നെയാണ്. അതിൻ്റെ ട്രാപ്പിലാണ് നമ്മളെല്ലാവരും പോകുന്നത്. അതാണ് സ്കെയിലപ്പ് വരാത്തത്. നമ്മൾ പ്യൂർലി ഒരു സിസ്റ്റവും പ്രോസസ്സും ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ അത് സക്സസ് ബിസിനസ് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയെല്ലാം സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്ന കാറ്റഗറിയിലാണ് കൂട്ടുന്നത്. ആദ്യമേ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഈ സിസ്റ്റം പ്രോസസ്സും എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് ഫെയിലായ കുറേ റീസൺസ് എന്ന് പറയുന്നത് പല 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 കാരണങ്ങളാണ്. ആദ്യത്തത് സ്റ്റാഫിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തത് ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് പാർട്ണർഷിപ്പ്, പിന്നെ ഫണ്ട് മാനേജ്മെൻറ്റ്. ഫണ്ടിങ്ങിൻ്റെ ഞാൻ പറയാം, ഞങ്ങൾ ഈ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഞങ്ങൾ ഇത് പ്യൂർലി ഫോക്കസ് ചെയ്ത് ഞങ്ങൾ കോഴ്സ് കഴിഞ്ഞിട്ട് എന്തായാലും ഞങ്ങൾ 1 വർഷം വർക്ക് ചെയ്യാൻ കയറിയിട്ടുണ്ടായിരുന്നു. കോഴ്സ് കഴിഞ്ഞതല്ലേ, എക്സ്പീരിയൻസ് വേണമല്ലോ എന്ന് എഴുതിയിട്ട് 1 വർഷം നഴ്സിംഗ് ഫീൽഡ് തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ കയറിയിട്ടുണ്ടായിരുന്നു. അന്നാണ് ഈ പരിപാടി നമുക്ക് പറ്റിയതല്ല എന്ന് സീരിയസ്ലി മനസ്സിലാകുന്നത്. എന്ന് പറഞ്ഞാൽ 8,000 രൂപയുള്ളൂ സാലറി. ഇപ്പോഴും അതൊക്കെ ഉള്ളൂ? അല്ല, ഇപ്പം നല്ല രീതിക്ക് മാറിയിട്ടുണ്ട്, നല്ല മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. യുഎൻഎയുടെയൊക്കെ സമരമൊക്കെ വന്നിട്ട് നല്ല മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ബാക്കി എല്ലാവരും നഴ്സിംഗ് പഠിച്ചത് പ്യുവർ ജോബ് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. എബ്രോഡ് പോകണം, സെറ്റിലാവണം. എനിക്കാണെങ്കിൽ എബ്രോഡ് പോകുന്നത് ഇഷ്ടമേ അല്ല. നാട്ടിലെന്തെങ്കിലും ചെയ്യണം, ബിസിനസ് ചെയ്യണം എന്നാണ് കൊച്ചിലെ, അങ്ങനെ ഒരു ആഗ്രഹത്തിലാണ് ഫുള്ളി എയിം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും എഡ്യൂക്കേഷൻ സ്കെയിലപ്പ് ചെയ്യാം രീതിയിൽ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് കൺസൾട്ടൻസി സ്കെയിലപ്പ് ചെയ്തു. അത് നല്ല രീതിക്ക് പുഷായി.
നല്ല റവന്യൂ കിട്ടിയായിരുന്നു. അങ്ങനെയാണ് അവിടെ ബാംഗ്ലൂർ തന്നെ ഞങ്ങൾ കാറെടുത്ത് വണ്ടി എടുത്ത് അടിച്ചു പൊളി ഒരു 3 വർഷം ഓക്കെ. ഭീകരമായിട്ട് എൻജോയ് ചെയ്ത്. പക്ഷേ അതൊന്ന് എപ്പോഴാണ് ബ്രേക്കായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ണർഷിപ്പ് പിന്നെ സ്കെയിലിൽ നിന്നപ്പോൾ പാർട്ണർഷിപ്പ് കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറയാൻ ഇപ്പോൾ എനിക്കും ഇപ്പോൾ ഞാൻ ഹസൻ്റെ ഏകദേശം ജേണി ഇപ്പോൾ ഈ ബിസിനസ്സുകളൊന്നും അല്ലെങ്കിലും ഞാനും കുറേ ഇതേപോലെ പോയതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ 2010 തൊട്ടൊക്കെ ഞാൻ പല ബിസിനസ്സുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മീൻസ് എൻ്റെ എഞ്ചിനീയറിങ് കഴിഞ്ഞ തൊട്ട്. അപ്പോൾ അതിൽ ഞാൻ അത് ഡിജിറ്റൽ അല്ലാതെ തന്നെ ഓഫ്ലൈനിൽ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ഞാനൊരു ഇൻ്റർനാഷണൽ കിൻഡർ ഗാർഡൻ വരെ എൻ്റെ യങ് ഏജ് 21 ഇയേഴ്സിൽ ഞാൻ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നപ്പോൾ ഫസ്റ്റ് ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഉള്ള ഒരു കിൻഡർ ഗാർഡൻ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് ആ ഒരു ഐഡിയ ഒക്കെ അന്ന് എനിക്ക് ഇതുപോലത്തെ ബിസിനസ് ഇപ്പോൾ ഹസൻ പറയുമ്പോഴും എനിക്കത് റിലേറ്റ് ആക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോരോ ഐഡിയാസ് കൊണ്ടുവരാം എന്നുള്ള ഒരു കാര്യം നമ്മൾ പണ്ട് തൊട്ടേ ആ ഒരു നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പോൾ അതാണ് ഒരു എനിക്ക് തോന്നുന്നത് അതൊക്കെയാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യാൻ നിൽക്കുന്നവരുടെ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം. ഓക്കെ. അപ്പോൾ അത് പക്ഷേ എന്തുകൊണ്ടോ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തതിൽ ഇപ്പോൾ എനിക്കിന്ന് സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന എൻ്റെ ഏജൻസി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പോയി. അപ്പോൾ അതിലിപ്പോൾ ഹസൻ പറഞ്ഞപ്പോഴാണ് ഞാനും അത് റിലേറ്റ് ചെയ്ത് പറയുന്നത്. മെയിനായിട്ട് ഉള്ള ഒരു 2 പോയിൻറ്റ്സ് നമുക്ക് പറയാമെങ്കിൽ മേ ബി അത് ബിസിനസ് ചെയ്യുന്ന പലർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. മെയിനായിട്ട് നമുക്ക് ഒരു ബിസിനസ് ഫെയിലായി പോകുന്നത് തുടങ്ങിയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് തന്നെ ഫെയിലായി പോകുന്നതിൻ്റെ മെയിൻ കാരണം ഒന്ന് ഫൗണ്ടർ കോൺഫ്ലിക്റ്റ് ആണ്, ഫൗണ്ടേഴ്സുമായിട്ടുള്ള നമ്മളെ പ്രശ്നങ്ങൾ. രണ്ടാമത്തത് മെയിനായിട്ട് നമ്മളെ ഇനിഷ്യൽ ലെവലുള്ള ഫണ്ടിങ്ങും കാര്യങ്ങളും. പിന്നെ മൂന്നാമത്തത് ഈ സിസ്റ്റം പ്രോപ്പർ അല്ലാത്തതുകൊണ്ട്. ഇതായിരിക്കും ബേസിക് റീസൺസ് അല്ലേ. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാമല്ലോ, ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴേ അവിടെ അങ്ങനെയാണ് ഞങ്ങൾ വരുന്നത്. ആദ്യം ഒരാഴ്ച എല്ലാവരും എല്ലാ ജോലിയും ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആരാണ് ആ ജോലി ചെയ്യുന്നത് അവൻ്റെ തലയിലാവും. പുള്ളി എന്തെങ്കിലും പറഞ്ഞാൽ നീ വേണമെങ്കിൽ നീ വെച്ച് കഴിക്കടാ, ആ ഒരു മെൻറ്റാലിറ്റിയാണ് വരുന്നത്. പക്ഷെ ആ ഒരു സംഭവമാണ് നമുക്ക് പാർട്ണർഷിപ്പിലോട്ട് വന്നപ്പോഴും ഞങ്ങൾക്കൊരു ഇഷ്യൂ വന്നത്. ഇന്ന് വന്ന് നിൽക്കുമ്പോൾ ഹസൻ്റെ ഒരു ലുക്കിൽ ഈ ഫൗണ്ടർ കോൺഫ്ലിക്റ്റ് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? അത് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ എന്ത് ജോലി ചെയ്യും എന്ന് പ്യുവർലി നമ്മളൊരു വെള്ള പേപ്പർ രജിസ്റ്റർ ചെയ്യണമെന്നാണ്. ഡോക്യുമെൻ്റ് രജിസ്റ്റർ ചെയ്ത് പോകണം. പക്ഷേ ആദ്യമേ രജിസ്റ്റർ ചെയ്ത് പോകുന്നില്ല, ടെസ്റ്റിംഗ് ഫേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ള പേപ്പറിൽ എഴുതണം ഞാൻ എത്ര രൂപ ഇടും. ഇത് ഫെയിൽ ആദ്യമേ നെഗറ്റീവ് എഴുതിക്കും, കുഴപ്പമൊന്നുമില്ല. ഇത് എക്സിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എക്സിറ്റ് ആവണം. ഇപ്പോൾ ഈ ഒരു ബിസിനസ്സാണ്, ചിലപ്പോൾ ലാഭം വരാം നഷ്ടം വരാം. നഷ്ടം വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ 1 ലക്ഷമാണ് ഇട്ടത്, അടുത്ത ആൾ എത്ര ഇടും. നഷ്ടം വരുവാണെങ്കിൽ എത്ര രൂപ വെച്ചിട്ട് എത്ര പെർസെൻറ്റേജ് വെച്ചിട്ട് നമ്മൾ ആ നഷ്ടം, ഇപ്പോൾ ചിലപ്പോൾ 10 ലക്ഷം രൂപ നഷ്ടം വരാം, 20 ലക്ഷം രൂപ, എത്ര ലക്ഷം രൂപ വെച്ചിട്ട് അതിൻ്റെ ഷെയർ നമ്മൾ നഷ്ടത്തിൻ്റെ ഷെയർ എന്നാണ് ആദ്യം എഴുതണം. ബട്ട് എൻ്റെ ഒരു സജഷനും കൂടെ ഞാൻ പറയട്ടെ. ഇപ്പോൾ എൻ്റെ കൂടെ നമ്മളെ മെൻറ്റേഴ്സൊക്കെ നിൽക്കുന്ന അവരൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോൾ ഇത് ലോകത്തിൽ ഏത് ബിസിനസ് തുടങ്ങിയാൽ ഈ ഫൗണ്ടർ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. കാരണം നമ്മളൊരു 2 പേരുമായിട്ട് നമ്മൾ 2 3 കുറേ എത്ര പേരുമായിട്ടോ, അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് അവരുടെ കാഴ്ചപ്പാട്. അപ്പോൾ അവർ കമ്പൈൻ ചെയ്ത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പലർക്കും പല ഇതായിരിക്കും വ്യൂ ആയിരിക്കും. അപ്പോൾ ഞാനിത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഇപ്പോൾ ഒരു ഫൗണ്ടർ വരെയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹസൻ്റെ ഇപ്പോഴത്തെ ഇവിടെ ആഡ്സോമിയ, ഇപ്പോൾ ഹസൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഹസനെ കുറിച്ച് ഇവിടെ വരുന്ന സ്റ്റുഡൻസിനെ ഫിൽട്ടർ ചെയ്തെടുക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് പഠിക്കാനുള്ള പിള്ളേർ മാത്രം വന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ആ ഫിൽട്രേഷൻ വയ്ക്കുമ്പോൾ മേ ബി ഹസന് വരുന്ന 10 അല്ലെങ്കിൽ 100 ലീഡ്, അപ്പോൾ 100 ലീഡിൽ ചിലപ്പോൾ ഒരു 10 ലീഡായിരിക്കും ഹസൻ ഉദ്ദേശിക്കുന്ന ക്വാളിഫിക്കേഷനുള്ള ആൾ എലിജിബിലിറ്റി എന്നിട്ട് കോഴ്സിനകത്ത് എൻ്റർ ചെയ്യാൻ വരുന്നത്. മേ ബി ഇത് ഹസൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. കാരണം ഹസനെ വ്യൂ ചെയ്യുന്ന എന്താണ്, ഇത് ക്വാളിറ്റിയുള്ള ആളുകളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ കൊണ്ട് സക്സസ്ഫുൾ ആയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുവഴി അവർക്ക് നമുക്ക് നല്ല ടെസ്റ്റിമോണിയൽ കിട്ടും. ഇപ്പോൾ മീൻ ടൈം ഒരു ഫ്യൂച്ചറിൽ നമുക്ക് നല്ല ഒരു അതിൻ്റെ ആ റിസൾട്ട്സ് വെച്ച് നമുക്ക് മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ നല്ല റിസൾട്ട്സ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതാണല്ലോ എൻ്റെ പോയിന്റ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് മേ ബി ആ ഒരു ഫിൽട്രേഷൻ വയ്ക്കുക എന്ന് പറഞ്ഞ സമയത്ത് മേ ബി നമ്മൾ ഇനിഷ്യലി നമ്മൾ കുറേ ലോസ് ചെയ്യേണ്ടി വരും.
ചിലപ്പോൾ ഒരു 10-15 പേര് വരാൻ നിൽപ്പുണ്ടായിരിക്കും. പക്ഷേ ഈ ഫിൽട്രേഷൻ കാരണം ചിലപ്പോൾ 5-6 പേര് പോകും. അപ്പോൾ നമുക്ക് നഷ്ടമാണ്. മേ ബി ആ ഒരു ഫസ്റ്റ് ടൈമിൽ ഇപ്പോൾ ഒരാൾ 1 ലക്ഷം രൂപയാണ് ഫീസെങ്കിൽ ആ 5 ലക്ഷം രൂപയുടെ ലോസ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഇത് അസൻ്റെ വാല്യൂ ആണ് അല്ലേ ഇത് പോയത്. ഇപ്പോൾ ഈ അസന് ഒരു പാർട്ട്ണർ ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ ആൾക്ക് ഈ വാല്യൂ ആയിരിക്കത്തില്ല. ആൾക്കുള്ള വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ നമുക്ക് മാക്സിമം റവന്യൂ ക്രിയേറ്റ് ചെയ്യണം, റവന്യൂ മാത്രം മതി. അപ്പോൾ ഇത് അപ്പോൾ ഇങ്ങനെ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ആയി. അവിടെ വെച്ച് തന്നെ ഒരു ഫസ്റ്റ് കോൺഫ്ലിക്റ്റ് ആയി. ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്പാർക്ക് അവിടെ വീഴുന്നു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പെട്രോൾ ഒഴിച്ച പോലെയാണ്, അങ്ങ് പെട്ടെന്ന് കയറും. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മളുടെ വാല്യൂസാണ് ഫസ്റ്റ് വെക്കേണ്ടത്. ഇപ്പോൾ നമുക്കൊരു ബിസിനസ്, നമ്മൾ ഡ്രീം ചെയ്യുന്ന ഒരു ബിസിനസ് വെക്കുമ്പോൾ ആ വാല്യൂസിൽ ബിൽഡ് ചെയ്ത് നമ്മൾ പറയുന്ന വാല്യൂസിനെ അതേ ഈക്വലായിട്ട് വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പോൾ പ്രശ്നം ഉണ്ടാവും. കാരണം ആ വാല്യൂസ് ഇപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ, ഇപ്പോൾ നമ്മൾ ബിസിനസ് തുടങ്ങുമ്പം തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഈ പൈസ എന്ന് പറഞ്ഞ സാധനം അതിനകത്തോട്ട് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വന്നത്. വളരെ റീസെൻ്റായിട്ട് എനിക്കിത് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ റീസെൻ്റായിട്ട് എനിക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഫൗണ്ടേഴ്സ് കോൺഫ്ലിക്റ്റിൻ്റെ എൻ്റെ വന്നിട്ടുണ്ട്. ഈവൻ എൻ്റെ അടുത്ത ഫ്രണ്ട്സ് വരെയൊക്കെ ചിലപ്പോൾ നല്ലൊരു റിലേഷൻ തന്നെ പൈസ നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റും, ബന്ധം പോയാൽ. അതെ. അതുകൊണ്ട് ഇപ്പം ഞാൻ വളരെ സൂക്ഷിച്ച് ഒരു ഫൗണ്ടറായിട്ട് വരണമെങ്കിൽ പോലും അത് നമുക്ക് ഒരുപാട് ക്രൈറ്റീരിയാസ് നോക്കിയിട്ടേ ചെയ്യും. കാരണം ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന വാല്യൂസാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഒരു കസ്റ്റമർ സപ്പോർട്ട് അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന യൂസേഴ്സിനൊരു അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കുക. മേ ബി അതങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇനിഷ്യൽ ലെവലിൽ പ്രോഫിറ്റബിൾ ആവില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഇതില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബിസിനസ് പൂട്ടിപ്പോകും. ഇനിഷ്യലിൽ നമുക്ക് പ്രോഫിറ്റ് വന്നാലും പിന്നെ കാര്യമില്ല. അപ്പോൾ ഈ ഫൗണ്ടേഴ്സ്, എനിക്ക് തോന്നുന്നു ഫൗണ്ടേഴ്സിന് എനിക്ക് ഒരു ആദ്യം ഫൗണ്ടേഴ്സ് നമ്മളൊരു ക്ലാരിറ്റി ഉണ്ടാവും. ഞാൻ ഇന്ന വാല്യൂസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മേ ബി ഇത് പറഞ്ഞാലും ഇപ്പൊ ഇനിഷ്യൽ ടൈമിൽ എല്ലാവരും ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിരിക്കും. മറ്റേ എന്താ പറയുന്നത്, ഒരു ഹണിമൂൺ പ്രോസസ് പോലെ ആ ഒരു ടൈം കഴിയുമ്പോഴാണ് ഇതിന്റെ ഒരു റിയാലിറ്റി സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് റിസർച്ച് ഒക്കെ നടത്തി കിട്ടുന്ന ഡാറ്റ അല്ല നമ്മളിപ്പോൾ റിയാലിറ്റിയിലോട്ട് ഇറങ്ങുമ്പോഴും. അതെ, തീർച്ചയായും. അല്ല, നമുക്ക് ഇപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങിയിട്ട് അതിനകത്ത് എമൗണ്ട് വന്ന് തുടങ്ങിയാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ വാല്യൂസ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുമ്പോൾ മേ ബി നമുക്ക്, ഞാൻ പറഞ്ഞ പോലെ കുറച്ച് റവന്യൂ ഒക്കെ നമുക്ക് ചിലപ്പോൾ ലൂസ് ആവും ഉറപ്പായിട്ടും. അപ്പോൾ ആ സമയത്ത് അപ്പുറത്തെ കോ ഫൗണ്ടർ കയറി പ്രശ്നം ഉണ്ടാക്കല്ലേ. അതെ. അപ്പോൾ നമുക്ക് ആദ്യമേ ഇത് ഒരു ഡോക്യുമെന്റ് ചെയ്ത് വെക്കാം. ബെറ്റർ. അഥവാ ഇത് ബ്രേക്ക് ആവുകയാണെങ്കിൽ എങ്ങനെ ചെയ്യണം, ഒരു ഒന്നോ മാക്സിമം ഒരു 1, 2, 3 വാർണിംഗ് അവിടെ നമുക്ക് വയ്ക്കാം. ഒരു 3 വാർണിംഗ്സിന് മുകളിൽ അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ വെച്ച് അങ്ങ് കട്ട് ചെയ്യാം. മേ ബി നമുക്ക് കുറച്ച് ലോസ് അവിടെ ഉണ്ടാവും. ഫ്യൂച്ചറിൽ നമുക്ക് ലക്ഷങ്ങളോ കോടികളോ ലോസ് ഉണ്ടാവുന്നതിനേക്കാളും നല്ലത് അവിടെ ഫ്യൂ ലാക്സ്. ആദ്യമേ ഞാൻ അതാ പറഞ്ഞ എക്സിറ്റ് പ്രോസസ്സ് ഡോക്യുമെന്റ് ചെയ്യാന്നുള്ളത്. എന്നിട്ട് ആരെന്തൊക്കെ ജോലി ചെയ്യും എന്നുള്ളത് പ്രോപ്പർലി തീർച്ചയായും ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുക. ചിലപ്പോൾ എൻ്റെ കഴിവായിരിക്കില്ല അടുത്ത ആൾക്ക്, ചിലപ്പോൾ എനിക്ക് മാർക്കറ്റിങ്ങിലായിരിക്കും എൻ്റെ ഫീൽഡ്, അടുത്ത ആൾക്ക് ഫിനാൻസിലായിരിക്കും. അപ്പോൾ ആ എന്തൊക്കെ ജോലിയാണ് ഞാൻ ചെയ്യുന്നത്, എന്തൊക്കെ നമ്മൾ ചിലപ്പോൾ ഫണ്ട് മാത്രമേ ഇടുള്ളൂ, അല്ലെങ്കിൽ എനിക്കിതിൽ ഫുള്ളി വർക്ക് ചെയ്യണം, അതൊക്കെ ആദ്യമേ നമ്മളത് ഡോക്യുമെൻ്റ് ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. അതിന് ശേഷം നമ്മൾ ഫൗണ്ടേഴ്സ് നമ്മളൊരു ക്ലാരിറ്റി ഉണ്ടാക്കുക. പിന്നെ ഇതിൻ്റെ സ്കെയിലപ്പിൽ വേറെ ഏതെങ്കിലും ഫൗണ്ടേഴ്സിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പാർട്ണേഴ്സിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കണം. പിന്നെ നമുക്ക് ഒരു പുതിയൊരു ബ്രാഞ്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കണം എന്നൊക്കെ ഫുള്ളി ആദ്യമേ തന്നെ നമ്മളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊരു ധാരണ ഉണ്ടായതിന് ശേഷം പിന്നെ നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട്, നേരത്തെ അജു പറഞ്ഞ കണക്ക് വാല്യൂ പ്രോസസ്സുകളിലോട്ട് പുഷാവും. അത് ബ്രാൻഡിങ്, നമുക്ക് ഒരു വിഷൻ എന്താണ്, മിഷൻ എന്താണ്, രണ്ടുപേരുടെയും വിഷനും മിഷനും കമ്പൈൻ ചെയ്ത് ഒരു ഡോക്യുമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഓൺലൈൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാം. പിന്നെ അതിൻ്റെ ടാഗ് ലൈനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് വെച്ച് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ആ ഒരു കോൺഫ്ലിക്റ്റ് പോകത്തില്ല. ഇതിൻ്റെ കോർ വാല്യൂ ഇതാണെന്ന് പറഞ്ഞ് ഡോക്യുമെൻ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അത് ആ വിഷൻ ആൻഡ് മിഷൻ എപ്പോൾ ബ്രേക്ക് ആവുന്നോ, ആര് ബ്രേക്ക് ആവുന്നോ അവിടെ വെച്ചിട്ട് അവർക്ക് എക്സിറ്റ് ചെയ്യാം.
എക്സിറ്റ് ചെയ്യുമ്പോൾ അത് ആദ്യം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഓക്കെ. അതെ അതെ. ആ പ്രോസസ് SOP ഫോളോ ചെയ്ത് അങ്ങ് പോവാം. പറയുന്നത് ഈസി ആണെങ്കിലും അത് ഇംപ്ലിമെന്റേഷൻ ഇത്തിരി പാടാണ്. ഭീകരമായിട്ട് പാടാണ്. ഫൗണ്ടേഴ്സ് തമ്മിൽ പ്രശ്നം വരുമ്പോൾ അത് വലിയ അടിയിലൊക്കെയാണ് പോവാറ് അല്ലേ? അത് നമുക്ക് ഈ ഒരു പ്രോസസ്സ് ഉണ്ട്, ക്ലാരിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയ ഇഷ്യൂ വരാതെ പോകും. നമുക്ക് ഈ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേർഡ് പാർട്ടി കൺസൾട്ടേഷൻ കൊടുത്താലും അവർ മിഡിൽമാനായിട്ട് നിന്നിട്ട് അവർ ക്ലിയർ ചെയ്ത് തരുന്നത്. ഓക്കെ. പക്ഷേ ഈ ഡോക്യുമെൻ്റ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ബിസിനസ് ക്ലോസ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫെയിലായെന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഗ്രൂപ്പ്സ് പേരിലാണ് എനിക്ക് മണി കിട്ടിയത്. ഞാൻ പറഞ്ഞ സക്സസ് ആയി എന്ന് പറഞ്ഞില്ലായിരുന്നു. ആ ടൈമിൽ എനിക്കൊരു ലീഗൽ നോട്ടീസ് കിട്ടി. ഫ്യൂച്ചർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ ബിഗ് ബസാറിൻ്റെ പാരന്റ് കമ്പനിയുടെ പേരാണ് ഫ്യൂച്ചർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്, അവിടെ പേര് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. പിന്നെ പക്ഷെ അതൊരു ട്രേഡ് മാർക്കിൻ്റെ ഇഷ്യൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എഡ്യൂക്കേഷൻ ഫീൽഡായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പേര് മാറ്റാമെന്ന് പറഞ്ഞ് തിരിച്ച് നോട്ടീസ് അയച്ചു. അതുകൊണ്ട് അവർ പിന്നെ ഒരു വലിയൊരു ഇതിൽ പോയില്ല. ഞാൻ പിന്നെ പേര് മാറ്റി. പക്ഷേ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വലിയൊരു കോമ്പൻസേഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങായിരുന്നു. അന്നാണ് ബിസിനസ്സിൻ്റെ പേരിന് എന്താണ് വില എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ബിസിനസ് പേരിടുമ്പോഴും നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതൊരു യുണീക്കായിരിക്കണം, ട്രേഡ് മാർക്ക് എടുക്കണം, വെബ്സൈറ്റ് ഡൊമൈൻ അവൈലബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഈ ഞാൻ കേട്ടിട്ടുണ്ട് അസനാണ് ഏതോ ഒരു മറ്റേ ഈ ഓൺലൈൻ മുളക് പെട്ടി പറഞ്ഞു കൊടുത്തായിരുന്നു. അത് മുളക് പെട്ടിയുടെ പേരിട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. പേരിടുന്നത് ചെറിയൊരു സ്പൈസസ് ആണല്ലേ? സ്പൈസസ് ആണ്. ഇഷ്ടംപോലെ കുറേയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിലതൊന്നും കിട്ടാറില്ല. കുറേയൊക്കെ ആലോചിച്ചാലും ചിലപ്പോൾ പേര് കിട്ടില്ല നമുക്ക്. അത് പിന്നെ എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും പേര് കിട്ടുന്നത്. പേരിടാൻ വേണ്ടി ഇരുന്നാൽ നമുക്ക് പേര് കിട്ടത്തില്ല. അത് കുറേയൊക്കെ ഒരുപാട് നമ്മൾ അത് എന്താ റിസർച്ച് ചെയ്ത് ഈ ട്രേഡ് മാർക്ക് അതിന്റെ വെബ്സൈറ്റിലൊക്കെ നോക്കി ഡൊമൈൻ നോക്കണം. പിന്നെ അതൊരു കുറേ പ്രോസസ്സിലൂടെ പോകാനുണ്ട്. ആഡ്സോമയിൽ ഏറ്റവും കൂടുതൽ പൈസ വാങ്ങുന്ന സർവീസ് ബ്രാൻഡ് ഐഡന്റിറ്റി ബിൽഡിംഗ് ആണ്, പേരിടുന്നതിനൊക്കെ. ഓക്കെ. ഇപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഈ ഫൗണ്ടർ കോൺഫ്ലിക്റ്റ് പറഞ്ഞു. ഫൗണ്ടർ കോൺഫ്ലിക്റ്റിൻ്റെ കൂടെ നമുക്ക് അടുത്ത് ആഡ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ബിസിനസ് ഇനിഷ്യലി തന്നെ ഫെയിൽ ആവുന്ന റീസൺ ഈ ഫണ്ടിങ് ആണ്. ഇനിഷ്യലുള്ള ഫണ്ടിങ് അതെങ്ങനെ നമുക്ക് റേസ് ചെയ്യാൻ പറ്റും? അത് ഞാൻ പറയാം. നമുക്ക് ഈ ബിസിനസ് ഞാൻ പറഞ്ഞ ഇത് ഫ്യൂച്ചർ ഗ്രൂപ്പ് സ്കെയിലായെന്ന് പറഞ്ഞില്ലായിരുന്നു. അന്ന് ഈ ഫണ്ട് വരുന്ന ഫണ്ടെല്ലാം നമ്മളെ ഫണ്ടാന്ന് പറഞ്ഞിട്ട് കാറ് വാങ്ങി ഫുൾ അടിച്ചു പൊളിയായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമാണ് നമ്മുടെ പ്രോഫിറ്റ് എന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും വേണം. ബിസിനസ്സിൻ്റെ ഫണ്ട് വേറെ, പേഴ്സണൽ ഫണ്ട് വേറെ എന്നുള്ളത് രണ്ട് രീതിയിലും കൊണ്ടുപോകണം. നമ്മളൊരു ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാലറിയിൽ നിൽക്കുന്നത് തന്നെ ആയിരിക്കും. അത് ചെയ്യുന്നവർ മിക്കവരും അങ്ങനെ ചെയ്യുന്നുണ്ടാകും. പക്ഷെ അത് അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഈ ബിസിനസ്സിൻ്റെ ഫണ്ട് നമ്മൾ പേഴ്സണൽ ഫണ്ടാണെന്ന് വിചാരിച്ച് ചെയ്യുന്നവർ ആക്ച്വലി അവിടെ അവർ ബിസിനസ് അല്ല ചെയ്യുന്നത് അല്ലേ? അവർ പെട്ടെന്ന് ഫെയിലാവും. ഉറപ്പായിട്ടും പെട്ടെന്ന് ഒരുപാട് ഫെയിലിയേഴ്സ് കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ്. അത് പഠിച്ചിട്ട് അതിൻ്റെ എങ്ങനെയാണ് ഒരു ബുക്സ് കീപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പെൻസ്, ഡെയിലി വരുന്ന ഇൻകംസ് എങ്ങനെ ടാലി ചെയ്യണം, ഇതൊക്കെ നമുക്ക് മിക്കവർക്കും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. എൻ്റെ കേസ് ആണെങ്കിലും എനിക്കും ഇതിനെക്കുറിച്ച് വലിയ നമ്മളെ CA ഒക്കെ കംപ്ലീറ്റ് അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളിരുന്ന് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാവുന്നത്. ഇതെങ്ങനെയൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നവർ, ഈ ഓരോ മാസമുള്ള ഫയലിംഗ് എങ്ങനെ പോകുന്നു, അതിൽ എത്രത്തോളം നമുക്ക് ഇങ്ങോട്ട് വരാനുണ്ട്, അങ്ങോട്ട് ഗവൺമെൻറ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു എക്സാക്ട്ലി നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ കംപ്ലീറ്റ് പഠിക്കണ്ടേ? നമ്മൾ കംപ്ലീറ്റ് പഠിച്ചിട്ടല്ലേ ഇതൊരു കോഴ്സ് വേണമെങ്കിൽ ഒരു കോഴ്സ് എടുത്ത് തന്നെ പഠിച്ചിട്ട് പോകുന്നില്ല. അപ്പോൾ നമുക്കൊരു ബേസിക് ആയിട്ട് ബിസിനസിൻ്റെ അതിൽ പേഴ്സണലായിട്ട് മിക്സ് ചെയ്യരുത്. നമ്മളൊരു സാലറി കാൽക്കുലേറ്റ് ചെയ്ത് സാലറി ആയിട്ട് തന്നെ മന്ത്ലി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ അത് തന്നെയായിരിക്കും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിഷ്യൽ ലെവലിലുള്ള ഫണ്ടും നമുക്ക് എങ്ങനെയൊക്കെ റൈസ് ചെയ്യാന്നുള്ള അതെ കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ സ്കെയിലപ്പ് ചെയ്യണമെന്നുള്ളത് നമുക്ക് കറക്റ്റ് ഒരു ഇത് കിട്ടും. ഓക്കെ.
അപ്പോൾ ഫണ്ട് മാനേജ്മെൻറ്റ് വലിയൊരു ആ പ്രോസസ് തന്നെയാണ്. അല്ല ഓക്കെ, അത് ഓക്കെ. ഇപ്പോൾ ഞാൻ ചോദിച്ചത് ഇതെങ്ങനെ ഇപ്പോൾ ഇനിഷ്യലി ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, ഇപ്പോൾ ഏത് ബിസിനസ് ആയിക്കോട്ടെ, ഇപ്പോൾ ആൾ എന്തെങ്കിലും ഒരു ആഗ്രഹത്തോടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഫസ്റ്റ് ഒരു ഫണ്ട് വേണമല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ബിസിനസ്സിനും ഒരു ഫണ്ട് ഉണ്ടായിരുന്നു, ചെറിയൊരു ഫണ്ടാണെങ്കിൽ. അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് റൈസ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് ഫ്രണ്ട്സിൻ്റെ നിന്നും ഫാമിലീസിൻ്റെ ഇടയിൽ നിന്നും ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തേത് ലോൺ എടുക്കുക എന്നുള്ളതാണ്. ലോൺ എടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ പ്രോപ്പർ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏഞ്ചൽ ഫണ്ട്, അങ്ങനെ ആ രീതിയിൽ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾ, ഫണ്ടേഴ്സിനെ പിച്ച് ചെയ്ത് നമുക്ക് ഫണ്ട് വാങ്ങാൻ പറ്റും. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഫണ്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു 2% ഒക്കെ ഉള്ളൂ. ബാക്കി എല്ലാവരും നമ്മളൊരു ഇൻവെസ്റ്ററിനെ വിളിക്കുമ്പോൾ അടുത്ത മാസം എത്ര കിട്ടും, ആ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. എനിക്ക് എത്ര കമ്പനിയുടെ ഷെയർ കിട്ടും, ആ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. അങ്ങനെ ഒരു പ്രോസസ്സിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. അല്ലാണ്ട് അവരുടെ കടം വാങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇത്ര മന്ത്ലി ഇത്ര തരാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇത്ര നാൾ കഴിഞ്ഞിട്ട് ഇത്ര രൂപ തരാം എന്നുള്ള രീതിയിൽ എഗ്രിമെൻ്റ് ചെയ്ത് വാങ്ങുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ലോണൊക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഇപ്പോൾ കുറേ സപ്പോർട്ടുകളും കാര്യങ്ങളും, PMYG ഗ്രാൻഡ്സ് ഒക്കെ ഉണ്ട്, മുദ്ര പോലെയുള്ള സംഭവങ്ങളൊക്കെ. ഞാനും ഇപ്പോൾ ഇവിടെ വരുന്ന എൻ്റെ ചാനൽ കംപ്ലീറ്റ് E-commerce റിലേറ്റഡ് ആണ്. അപ്പോൾ ഞാൻ ഒരിടത്തും പറയുന്ന കാര്യം ഇതാണ്, ഞാൻ എല്ലാ വീഡിയോസിലും ഇത് തന്നെയാണ്, മിക്ക വീഡിയോസിലും എൻ്റെ പ്രോസസ്സ് ഇങ്ങനെയാണ് അവരടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിലും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കാര്യം നമ്മളുടെ പോഡ്കാസ്റ്റിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ പുറകെയൊക്കെ പോവാതെ ജസ്റ്റ് അതൊരു ലേണിംഗ് ഫേസ് ആയിട്ട് പഠിച്ച് ഈ ബിസിനസ്സിനെ അണ്ടർസ്റ്റാൻഡ് ആവുക, കംപ്ലീറ്റ് ഈ ബിസിനസ്സിൽ എന്താണ് ചെയ്യണമെന്ന് അണ്ടർസ്റ്റാൻഡ് ആവുക. എന്നിട്ട് അവരുടെ കഴിയാൻ പറ്റുന്ന അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫണ്ട് റൈസ് ചെയ്തിട്ട് ഈ ബിസിനസ് ഒന്ന് ഗ്രോ ചെയ്യുക. അതെ, ഫസ്റ്റ് ഡേ നോട്ട് ഓർഗാനിക് മാർക്കറ്റിംഗ്, പെയ്ഡ് മാർക്കറ്റിംഗ് യൂസ് ചെയ്ത് ഗ്രോ ചെയ്ത് ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഗവൺമെന്റിന്റെ ഗ്രാൻഡ്, എന്താ പറയുക, മറ്റേ ഈ ലോൺസ്, ഓഡി ലോൺസ് ഒക്കെ നമുക്ക് അറ്റ്ലീസ്റ്റ് അത് ഒരു വർഷമെങ്കിലും അത് പോകണം. പിന്നെ നമ്മൾ ഈ ഫണ്ട് റൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇരുന്നിട്ട് ഇത് ഫണ്ട് എങ്ങനെ ചിലവാക്കണമെന്ന് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം. ഓക്കെ, ഇത്ര രൂപ മാർക്കറ്റിങ്ങിന് ഇത്ര പെർസെൻറ്റേജ്, നമ്മുടെ അസറ്റ് പർച്ചേസ് ചെയ്യാൻ ഇത്ര പെർസെൻറ്റേജ്, എംപ്ലോയീസിന് സാലറി കൊടുക്കാനായിട്ട് ഇത്ര പെർസെൻറ്റേജ്, പിന്നെ ഓഫീസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ്. ചിലർ ആദ്യമേ ഫണ്ട് റൈസ് ചെയ്തിട്ട് വലിയ ഓഫീസൊക്കെ പണിഞ്ഞിടും. അതിൽ ഞാൻ ഒരു ഹോട്ടല്, ബാംഗ്ലൂർ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ വലിയ നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഫസ്റ്റ് വലിയ ബോർഡൊക്കെ വെച്ചു. ഇത് നമ്മളെ കൺസൾട്ടൻസി കഴിഞ്ഞ ശേഷം തുടങ്ങിയാണ്. അതെ, കോളേജിൽ മറ്റേ സ്കെയിലായപ്പോഴും എമൗണ്ടൊക്കെ ഉണ്ടല്ലോ, പൈസയൊക്കെ ഉണ്ടല്ലോ, ആ ടൈമിൽ തുടങ്ങിയത്. പക്ഷേ ഞങ്ങളൊരു കുക്കിന് എടുത്തപ്പോൾ സാലറി കുറച്ചിട്ടുള്ള കുക്കാണ് എടുത്തത്. വലിയ ബോർഡ് വെച്ച് വലിയ കടയൊക്കെ തുടങ്ങി. കുക്ക് മോശം ഫസ്റ്റ് ഫെയിലിയർ അവിടെ വന്നു. അപ്പം നമുക്ക് മനസ്സിലായി അത്ര ഇൻവെസ്റ്റ് ചെയ്തതല്ലേ. ഒരുപാട് ബാംഗ്ലൂർ കണ്ടിട്ടുണ്ട് നമ്മളെ ഫ്രണ്ട്സ് സർക്കിളിൽ നിന്നൊക്കെ ഈ ബിസിനസ്, ഹോട്ടൽ ബിസിനസ് അവിടെ ഏറ്റവും ബെസ്റ്റ് ബിസിനസ്, ഹോട്ടൽ ബിസിനസ് ബാംഗ്ലൂർ ഏറ്റവും ബെസ്റ്റ്. അത് ഞാനത് ലാഭത്തിലാക്കിയായിരുന്നു. നേരെ നൈസിന് അപ്പം തന്നെ പേര് മാറ്റി വേറെ ഒരു കുക്കിനെ കൊണ്ടുവന്നു. അത് നല്ല രീതിയിൽ സ്കെയിലായി. ഇത് മലയാളി ഹോട്ടലാണ്. മലയാളി ഹോട്ടലിൽ ഇവിടെ ഉള്ള ഏറ്റവും ബെസ്റ്റ് കുക്ക് ഉണ്ടെങ്കിലേ അവിടെ നടക്കും. അതെ, നല്ല സ്കെയിലായിട്ട് ഞങ്ങളത് ഒരു 3 ഇരട്ടി ലാഭത്തിന് കച്ചവടത്തോടെ വിൽക്കുകയാണ് ചെയ്തത്. വേറൊരു മലപ്പുറത്തുള്ള ഒരു പുള്ളി വന്നിട്ട് പൊറോട്ട അടിക്കാൻ അറിയാന്നുള്ള കുക്കാണ്. അതെ, എല്ലാ പടി അറിയാതെ. അത് ഭയങ്കര ഡിമാൻഡാണ്, ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട്. പക്ഷെ അതിൽ ഒരു എഞ്ചിനീയറിനെക്കാളും അവിടെ സാലറി കുക്കിന്. അതെ, പുള്ളിക്ക് നല്ല സാലറിയാണ്. അങ്ങനെ അത് ഞങ്ങളത് 3x സെയിൽ ചെയ്തത്. ഒരു 6 lakh ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ അന്നത്തെ ടൈമിൽ. എന്നിട്ട് ഞങ്ങളതൊരു 2022 കച്ചവടത്തോടു കൂടി സെയിൽ ചെയ്തത്. അപ്പോൾ നമുക്ക് അപ്പോഴും നല്ലൊരു ലാഭം. അത് ലാഭത്തിന് ആദ്യത്തെ കട ഫെയിലായി, സെയിം കട തന്നെ ഞങ്ങൾ ലാഭത്തിലാക്കി വിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നാണ് കുറേ കാര്യങ്ങൾ പഠിച്ചത്.
ഫുള്ളി അത് ഒരു പ്രോസസ് തന്നെയാണ് കേട്ടോ. ഒരു ഗ്രേവി ഉണ്ടാക്കുക, ആ ഗ്രേവി തന്നെ ആയിരിക്കും പല പല കറികളായിട്ട് ചെയ്യാൻ പറ്റും. മാറുന്നത്. പക്ഷേ അതിന് കുറേ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ഉറക്കം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. ആകെ 4 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. ആ ഹോട്ടൽ അത് പ്രോപ്പർലി അതിൻ്റെ പിറകെ നിന്ന് ആ ഒരു മടുപ്പ് കാരണമാണ് ഞങ്ങളത് സെയിൽ ഔട്ട് ചെയ്ത്. കാരണം ബാക്കിയുള്ള എഡ്യൂക്കേഷൻ അതിൽ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത് താഴോട്ട് പോകുന്നുണ്ട്. നമ്മൾ മെയിൻ റവന്യൂ സോഴ്സ് മറ്റേതായിരുന്നു. അപ്പോൾ എൻ്റെ കടയിൽ കൂടെ തന്നെ ഞങ്ങളൊരു PG ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ. എല്ലാ മേഖലകളിലും പൈസ വരുമല്ലേ, അപ്പം എല്ലാത്തിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പം എല്ലാവരും ചാടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൽ പണി കിട്ടുമ്പോഴാണ് ഈ കൗണ്ടർ കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് ഫുള്ളി അടിച്ച് പിരിയുന്നത്. പക്ഷെ അതിൽ അന്ന് പഠിച്ച കാര്യം എന്ന് പറയുന്നത് നമുക്ക് പൈസ എപ്പോഴായാലും നമുക്ക് ഉണ്ടാക്കാം. ബന്ധങ്ങൾ പോയാൽ റിലേഷൻഷിപ്പ് പോയതാണ്. നമുക്ക് എസ്പെഷ്യലി നമ്മൾ ഫ്രണ്ട്സായിട്ടൊക്കെ ചെയ്യുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു വലിയൊരു നമുക്ക് വർഷത്തെ ഒരു പാർട്ണർഷിപ്പിൻ്റെ ഒരു പ്രോസസ്സിനെ കുറിച്ച് മനസ്സിലായത്. അല്ല, അത് എനിക്ക് തോന്നുന്നത് ഈ ഫണ്ടിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ഫൗണ്ടർ കോൺഫ്ലിക്റ്റ് തന്നെയാണ്. കാരണം നമ്മളത് ഒരുപാട് പാടുപെട്ടത് ബിസിനസ് കൊണ്ടുവന്നിട്ട് ഒരു ലെവൽ എത്തുമ്പോഴായിരിക്കും അവിടെ ഈ കോൺഫ്ലിക്റ്റ് വന്ന് മുന്നോട്ട് പോകുന്നത്. ഇത് ചെയ്ത മിക്കവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞ ഒരു രീതിയിൽ ആ വിഷൻ ആൻഡ് മിഷൻ ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇപ്പോൾ 2 പാർട്ണറിനും കാശുണ്ടാക്കിയാൽ മതി, എങ്ങനെ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ആ ബിസിനസ് ഓടും. കാരണം അവരുടെ മിഷനും ഒന്നാണ്. അന്ന് ഒരു കോളേജിലൊരു ചെയർമാൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമുണ്ട്, നിനക്ക് ഈ 1 കോടി രൂപ ഉണ്ടാക്കാനേ പാടുള്ളൂ, 1 10 ആവാനും 10 100 ആവാനും ഒരു പാടുമില്ല എന്നുള്ളത്. അത് ഇപ്പോഴാണ് നമുക്കത് സത്യസന്ധമായ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. നമ്മൾ പുള്ളി പറഞ്ഞത് പ്രോസസ്സും കാര്യങ്ങളും ബിൽഡ് ചെയ്യുക, അതിൽ വർക്ക് ചെയ്യുക, അതാണ് നമുക്ക് അടുത്ത നോക്കാം. അതെങ്ങനെ നമ്മളിപ്പം 3 പോയിന്റാണ് നമ്മൾ മെയിനായിട്ടുള്ള ഈ ഫെയിലിയറിൻ്റെ റീസൺ നമ്മൾ പറയുന്നത്. അപ്പോൾ ഒന്ന് ഫൗണ്ടർ കോൺഫ്ലിക്റ്റ്, ഈ ഫണ്ടിങ്ങും ഫണ്ട് മാനേജ്മെൻറ്റും, മൂന്നാമത്തത് ഈ സിസ്റ്റം നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു സ്കെയിലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആളിൽ തന്നെ എങ്ങനെ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഫണ്ട് മാനേജ്മെൻറ്റ് ഒരു സിസ്റ്റമാണ്. പിന്നെ ഗ്രൗണ്ട് സീറോ എന്ന ഓപ്പറേഷനിലോട്ട് വരുവാണ്. ഓപ്പറേഷൻ ഇനിഷ്യൽ പാർട്ടിൽ എന്തായാലും ഓണർ തന്നെ ആയിരിക്കും എല്ലാം ചെയ്യുന്നത്. പയ്യെ ഡെയിലി ടാസ്കുകൾ നമ്മൾ ഓരോ എംപ്ലോയീസ് അല്ലാന്നുണ്ടെങ്കിൽ ആരാണ് ടീം മാനേജർ അവരെ ഡെലിഗേറ്റ് ചെയ്ത് മാറ്റുക, ഇതിനെ ഡോക്യുമെൻ്റ് ചെയ്ത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓഫീസിലെ പേനയോ പേപ്പറോ പ്രിൻ്ററിൻ്റെ മഷി തീർന്നാൽ വരെ ഓണർ വരേണ്ടി വരും. ഞാനൊരു 7 വർഷത്തോളം ഞാനത് അനുഭവിച്ച സംഭവങ്ങളാണ് അതൊക്കെ. എഡ്യൂക്കേഷൻ ഞങ്ങൾ തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ഓഫീസിൽ ഒരു ബുക്ക് വാങ്ങണമെങ്കിലും ഞങ്ങൾ വന്ന് വാങ്ങിച്ചാലേ പറ്റും. അതിനുശേഷമാണ് രവി തൽരേജ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്നത്. അതാണ് സത്യം പറഞ്ഞാൽ സിസ്റ്റം ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു ബോധോദയം ഉണ്ടാവുന്ന, എങ്ങനെ സിസ്റ്റം പ്രോസസ്സും ബിൽഡ് ചെയ്യണം. ഞങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന മെയിൻ ചാലഞ്ച് ഞങ്ങൾക്ക് എവിടെയൊക്കെയാണ് ഞങ്ങൾക്ക് ഫെയിൽ വന്നത് എന്നുള്ളത് ആ ഒരു ഇതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഒന്നും സിസ്റ്റം ഇല്ലായിരുന്നു, പിന്നെ ഒരു പ്രോസസ്സ് ഇല്ലായിരുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ MNC ഒക്കെ എങ്ങനെയാണ് വളരുന്നത്? ഫുൾ ഡെലിഗേഷൻ ആണ്. യൂസഫലി വന്നിട്ടല്ലല്ലോ ലുലുമാള് നടക്കുന്നത്, അംബാനി പോയി നിന്നിട്ടില്ലല്ലോ. അതെ, അതൊരു സിസ്റ്റം പ്രോസസ്സും സെറ്റായതുകൊണ്ട് സ്കെയിലപ്പായി പോകുന്ന ഒരു സംഭവം മാത്രമാണ്. നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് കോൺഫ്ലിക്റ്റ്, അതിനകത്ത് സിസ്റ്റം പ്രോസസ്സിലും കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ വരാം, അതിനും സൊല്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു പേയ്മെൻറ്റും ഫിനാൻസും കാര്യങ്ങളൊക്കെ ആൾക്കാരെ ഡെലിഗേറ്റ് ചെയ്ത് നമുക്ക് മെയിനായിട്ടുള്ള കൂടെ അടിച്ചുകൊണ്ട് പോകുമെന്നുള്ളൊരു പേടിയായി. അതിന് നമുക്കൊരു പ്രോസസ്സും കാര്യങ്ങളുണ്ട്. നമുക്ക് വീക്കിലി ഓഡിറ്റ് വെക്കാം, ഇനിഷ്യൽ പാർട്ടിൽ മന്ത്ലി ഓഡിറ്റ് വെക്കാം. ഫുള്ളി എപ്പോഴും നമ്മൾ ഒരു സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പോയി നിൽക്കണമെന്ന് പറഞ്ഞാൽ നടപടിയില്ല. സ്റ്റാർട്ടിങ് ടൈമിൽ ഒരു ഇത്ര രൂപയുടെ സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ അപ്രൂവലിന് വേണ്ട, നിങ്ങൾ വാങ്ങിച്ചോ, ബില്ല് അവിടെ കീപ്പ് ചെയ്താൽ മതി. ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ടീം മെമ്പറെ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് കച്ചവടത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. ട്രസ്റ്റ് സിസ്റ്റം കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് അവിടെ കള്ളത്തരം കാണിക്കാനും പറ്റില്ല. അതെ,
പിന്നെ അങ്ങനെ എന്തെങ്കിലും കള്ളത്തിന് കാണിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ പാർട്ടിലെ ഒഴിവാക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ആ കള്ളത്തരം അങ്ങ് അവർ തുടർന്നുകൊണ്ടിരിക്കാനും ചാൻസ് ഉണ്ട്. അതെ, അപ്പോൾ അങ്ങനെ അതാണ് ഈ പ്രോസസ്സ് ഉള്ളത്. അതെ. ഇത്ര ടൈമിൽ നമ്മൾ ഓഡിറ്റ് ചെയ്യുക, എന്നിട്ട് 3 months അല്ലെങ്കിൽ 6 months കൂടുമ്പോൾ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് വെളിയിൽ നിന്ന് ഒരു ഓഡിറ്റും കൂടെ. വെളിയിൽ നിന്ന് ഓഡിറ്റ്. ഇപ്പോൾ ഈവൻ എന്തായാലും നമുക്ക് ഒരു മന്ത്ലി ഇപ്പം അക്കൗണ്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മന്ത്ലി ഓഡിറ്റ് ചെയ്ത് ചെയ്യാണ്ടല്ലോ നമ്മൾ എടുക്കണം. അപ്പോൾ ആനുവൽ 6 months അല്ലെങ്കിൽ 3 months കൂടുമ്പോഴേ അല്ലെങ്കിൽ ഒരു ക്വാർട്ടർലിയും ഓഡിറ്റ് ഉണ്ട്. ചെറിയ പൈസയേ ആവുള്ളൂ. അതെ, നമുക്ക് അതിൽ അവർ തന്നെ ഗൈഡ് ചെയ്ത് തരും. അതെ. നമ്മളിതൊന്നും ചെയ്യാണ്ടിരിക്കുന്നതിനേക്കാളും നമ്മൾ എപ്പോഴും ഒരു മെൻറ്റർഷിപ്പും കൺസൾട്ടേഷനും പൈസ കൊടുക്കണമെന്ന് ലാഭം നോക്കരുത്. അതിൽ വലിയൊരു നമുക്കൊരു ലോസിൽ നമുക്കൊരു അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മളിപ്പോൾ ബിസിനസ് നിന്ന് സ്കെയിൽ ചെയ്ത് മുന്നോട്ട് എത്തിയ സമയത്താണ് ഇപ്പോൾ ഇപ്പോൾ നമ്മളൊക്കെ ഫസ്റ്റ് ഞാൻ ഫണ്ട് തുടങ്ങി എൻ്റെ ഡിജിറ്റൽ നമുക്ക് ആ ടൈമിലൊക്കെ നല്ല മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നാണ് നമ്മൾ ഏത് ലെവലിലെത്തിയത്. അല്ല, ഇപ്പോൾ അന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് ഇപ്പോൾ നമുക്ക് ഓക്കെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി അല്ല, പിന്നെ നമ്മൾ ഇ-കോമേഴ്സ് മാത്രം ഫോക്കസ് ചെയ്തപ്പോൾ നമ്മൾ വിചാരിക്കുന്ന മെൻറ്റർഷിപ്പ് ഓക്കെ ഇത് പെർഫോമൻസ് മാർക്കറ്റിംഗുള്ള മെൻറ്റർഷിപ്പ് അല്ലെങ്കിൽ ഇ-കോമേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിലുള്ള ആളുകളുടെ മെൻറ്റർഷിപ്പ്. അപ്പോൾ ഓക്കെ ഇതൊക്കെ നമുക്ക് നമ്മളുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ വേണ്ടി മെൻറ്റർഷിപ്സുകൾ വേണം. ഇത് ഇന്ത്യയിലുള്ളായാലും പുറത്തുള്ളായാലും ഇപ്പോൾ ഹൈ പെയ്ഡ് ആയിട്ടുള്ള മെൻറ്റർഷിപ്സുകൾ വേണം. പക്ഷേ ഇന്ന് നമ്മളിപ്പോൾ സ്കെയിൽ ചെയ്ത് മുന്നോട്ടെത്തി നിൽക്കുമ്പോൾ ഈവൻ നമ്മളിത് പ്രോഡക്റ്റിലോട്ടും കാര്യത്തിലൊക്കെ സ്കെയിൽ ചെയ്ത് വന്നിരിക്കുമ്പോൾ ഒരു ബിസിനസ് സക്സസ്ഫുള്ളായിട്ട് നമുക്ക് റൺ ചെയ്യണമെങ്കിൽ ഈ മെൻറ്റർഷിപ്പ് മാത്രം പോരാ, നമുക്ക് ഈ ബിസിനസ് റൺ ചെയ്യാനുള്ള കാര്യങ്ങളും കൂടെ അത് ഈവൻ മൈൻഡ് സെറ്റ് തൊട്ട് നമുക്ക് മെൻറ്റർഷിപ്പ് വേണം. അതെങ്ങനെ നമ്മളുടെ ഇപ്പോൾ ഒരു പ്രശ്നം ഒരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. അത് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നമുക്ക് ഈ ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ എന്തായാലും ഡെയിലി പ്രശ്നങ്ങളുണ്ടാകും. ഓക്കെ, ഉറപ്പായിട്ട്. ഓക്കെ, അത് നമുക്ക് അതിനൊരു പോയിന്റ് താഴോട്ട് വരണുണ്ട്. അതെ, അപ്പോൾ അതിൽ നമുക്ക് കൂടുതൽ അത് നമ്മൾ ഒരിക്കലും നമ്മുടെ കൊളീഗ്സുമായിട്ടോ ടീംമേറ്റ്സുമായിട്ടോ ഫാമിലിയിലോ ആ പ്രഷർ കൊണ്ട് ഡംപ് ചെയ്യരുത്. അതെ, നമ്മൾ അവരെ ഡംപ് ചെയ്ത് പോയാൽ രണ്ടും പൊളിയും. ആ പ്രഷർ നമ്മൾ മാനേജ് ചെയ്യുക, അതിന് സൊല്യൂഷൻ കണ്ടെത്തുക. അതിനാണ് നമ്മൾ അത് പഠിച്ചാലേ പറ്റൂ. നമ്മൾ അത് ട്രെയിൻഡ് ആവുക, അത് ഒരു മൈൻഡ് സെറ്റ് നമ്മൾ സെറ്റ് ചെയ്യാം ഏതൊരു ബിസിനസ്. ഞാനതൊരു ഇപ്പോൾ ഇ-കോം ഷാൻ്റെ ചാനലില്ലേ, ഇപ്പോൾ അതിനകത്ത് ഞാൻ ഇങ്ങനെ ഒന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച് ചെയ്യേണ്ടതാണ്. കാരണം ഇത് നമുക്ക് ജന്മനാ കിട്ടുന്ന ഒരു ഇതൊന്നുമല്ല, കഴിവോ ടാലൻ്റ് ഒന്നും അല്ല ഈ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഓരോരോ പാർട്ടായിട്ട് പഠിക്കണം. ഇപ്പോൾ മൈൻഡ് സെറ്റ് എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ, അതിനുള്ള കാര്യങ്ങൾ പഠിക്കണം. അതിന് ഫിസിക്കലായിട്ട് മെൻ്റലി നമ്മൾ പ്രിപ്പയർ ആയിട്ട് വേണം അത് ചെയ്യാൻ. ഇപ്പം ഈവൻ മെൻ്റലി എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ആ ഒരു തോട്ട് പ്രോസസ്സ്, നമ്മൾ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസ്, നമ്മുടെ റൊട്ടീന്, ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ നമ്മൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ തുടങ്ങുന്ന കാര്യങ്ങൾ തൊട്ട് നമ്മൾ കാണുന്ന ഫോണ്, അതൊക്കെ ഇതിനകത്ത് എല്ലാം ഇൻക്ലൂഡ്. ആസ് എ ബിസിനസ് ഓണർ നമ്മളെല്ലാം നമുക്ക് ഒരു ദിവസം നമ്മൾ ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മളെ സിസ്റ്റം കംപ്ലീറ്റ് ഫുൾ എൻ്റെ കമ്പനിയുടെ സിസ്റ്റം കംപ്ലീറ്റ് അവിടെ ഫോളോ ആവും. അപ്പോൾ അത് മൈൻഡ് സെറ്റിൻ്റെ കാര്യങ്ങൾ, അത് പിന്നെ ഫിസിക്കലാണെങ്കിൽ പോലും നമ്മളുടെ ബോഡി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഈ എംപ്ലോയീസിനെ എങ്ങനെ മാനേജ് ചെയ്യണം, എംപ്ലോയീസിനെ എങ്ങനെ നമുക്ക് പുതിയ ബെസ്റ്റ് ഹയറിങ് പീപ്പിളിനെ എങ്ങനെ നമ്മൾ നല്ല എംപ്ലോയീസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അവരെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. ഇതൊക്കെ നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ഒരു 7-8 പ്രോസസ്സ് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു സിസ്റ്റം ആക്കുമ്പോഴാണ് അത് ഒരു ബിസിനസ്സായിട്ട് പോകുന്നത്. അപ്പോൾ അത് ബിസിനസ് പഠിച്ച് തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ താഴെ 2-3 കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കണ്ടിട്ടുണ്ട്, ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. അത് ബിസിനസ് അങ്ങനെയൊന്നും പഠിച്ചു ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഇതങ്ങ് നടന്നോളും. ബിസിനസ് ചെയ്യാത്ത ആൾക്കാരാണ് അതെനിക്ക് കമൻറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് റിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ബിസിനസ് അതാണ് മിക്കവരുടെയും തോന്നൽ. ഇപ്പം നമുക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഇതങ്ങ് നടന്നോളും. ഇത് ഒരു എന്താ പറയുക, ഒരു പൈസ നമുക്ക് ഇപ്പം 9 to 5 പോകുന്നതിനേക്കാളും അവിടെ നമുക്ക് ഒരുപാട് പേരുടെ വായിലിരിക്കണ കേൾക്കണം, അവർ പറയുന്ന അനുസരിക്കണം. നമുക്ക് അവിടെ അതിനേക്കാളും നമുക്കിത് വീട്ടിൽ ഇരുന്ന് അല്ലെങ്കിൽ നമുക്കൊരു കുറച്ച് പേരെ കൺട്രോൾ ചെയ്ത് നമുക്ക് കുറേ പൈസ ഉണ്ടാക്കാം എന്നുള്ള തോന്നലാണ് പലരും ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ 9 to 5 ചെയ്യുന്നതിനേക്കാളും എത്ര ടൈംസ് ആയിരിക്കും ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് എന്നുള്ളത്. അല്ല, എത്ര 9 to 5 ചെയ്യുന്നതിനേക്കാളും ഒരു ഡിഫിക്കൽട്ടി എത്ര ആയിരിക്കും ഒരു ബിസിനസ്സിൻ്റെ? 25 ടൈംസ്, ഒരു 50 ടൈംസ് എങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടാവും. 100 ടൈംസ് ഒരു 9 to 5 ആകുമ്പോൾ നമുക്ക് വേറെ സേഫ് ആണല്ലോ. നമുക്ക് ഒന്നും ഇപ്പോൾ ഓഫീസ് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കമ്പനിയിൽ ജോബിന് സുഖമായിട്ട് കയറാം. നമ്മുടെ സ്കിൽഡ് ആണെങ്കിൽ ഒരു കമ്പനിയിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല.
അതിൽ ഈസിലി നമുക്ക് കയറാൻ പറ്റും. പക്ഷേ ഒരു ബിസിനസ് ഓണേഴ്സിന് അങ്ങനെയല്ല. അല്ല, അവൻ്റെ ഊണും ഉറക്കവും അതിനകത്താണ് തീർച്ചയായും. കമ്പനി തന്നെയാണ്. അതാണ് നമ്മൾ ഓരോ സ്കെയിൽ അപ്പായി കഴിഞ്ഞാൽ ഫ്രീഡം ആവും. പക്ഷെ അതിന് സ്കെയിൽ അപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഓരോരോ സ്റ്റേജ് സ്കെയിൽ അപ്പ് ഇല്ല. അപ്പോൾ ഓരോ സ്റ്റേജിലും നമ്മൾ അതിൻ്റേതായിട്ടുള്ള പ്രിപ്പറേഷൻ വേണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ എൻ്റെ ഏജൻസി തുടങ്ങിയ സമയത്ത് എനിക്ക് നമുക്ക് ഇത് മെറ്റാ ആഡ്സ്, ഗൂഗിൾ ആഡ്സ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ മാത്രം നമുക്കൊരു നോളജിൻ്റെ ഒരു മെൻറ്റർഷിപ്സ് മതിയായിരുന്നു. പക്ഷേ വൺസ് നമുക്ക് ക്ലയൻസ് വരുമ്പോൾ, നമുക്ക് പുതിയ എംപ്ലോയീസ് വരും, നമുക്ക് കൂടുതൽ ആളുകൾ വരുമ്പോൾ നമുക്ക് അവരെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതെങ്ങനെ ഓരോ ഓഫീസൊക്കെ എങ്ങനെ സിസ്റ്റമായിട്ട് കൊണ്ടുപോകണം, ഇപ്പോൾ ഇതിനെ HR സൊല്യൂഷൻസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, പിന്നെ പുതിയ ക്ലയൻസിനെ എങ്ങനെ ഓൺബോർഡ് ചെയ്യണം, മാർക്കറ്റ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ അത് അവിടെ ഒരു സിസ്റ്റം ഏകദേശം ആയി വരുന്ന ഒരു സ്റ്റേജായുള്ളൂ. കാരണം ഇത്രയും വർഷം എടുത്തിട്ടാണ് ഇത് പഠിച്ചത്. ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇപ്പോൾ മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ ഒരു ഫൗണ്ടർ നമ്മൾ പല സ്റ്റേജസിലൂടെ നമ്മൾ അതിൻ്റെ ചില ടൈമിൽ നമ്മൾ എടുക്കുന്ന പല ഡിസിഷൻസും ഫെയിലാവും. അതെ, അല്ല, അപ്പോൾ അതിനെല്ലാം കൂടെ നമ്മൾ പല സ്റ്റേജസ് നമ്മൾ പഠിച്ചിരിക്കണം. അതെ, അത് പൈസ കൊടുത്ത് നല്ല മെൻറ്റേഴ്സിൻ്റെ അടുത്ത് പോയി തന്നെ പഠിച്ചിരിക്കണം. അത് ഈവൻ മെൻ്റൽ ഹെൽത്ത് ആണെങ്കിലും ഫിസിക്കൽ ഹെൽത്ത് ആണെങ്കിലും നമ്മൾ എംപ്ലോയ്മെൻറ്റ് മാനേജ്മെൻറ്റ് ആണെങ്കിലും ഇപ്പോൾ നമ്മൾ ഈ SME അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ രാജു തലേജയൊക്കെ പഠിപ്പിക്കുമ്പോൾ സിസ്റ്റംസ് എങ്ങനെ എംപ്ലോയീസിനെ ഒരു ഫുള്ളി ഓട്ടോമേഷൻ ഡ്രൈവിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ഡ്രിവനിൽ അത് മാറ്റണം. പിന്നെ അതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം, നമ്മൾ എത്ര നല്ല സർവീസ് ഉണ്ടെങ്കിലും മാർക്കറ്റ് ചെയ്യില്ലെങ്കിൽ അത് പോകത്തില്ല. പിന്നെ ആഫ്റ്റർ സെയിൽസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ഇതെല്ലാം കൂടെ കഴിയുമ്പോഴല്ലേ ഒരു പ്രോപ്പർ ബിസിനസ് ആവത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അത് സെൽഫ് എംപ്ലോയ്മെന്റ് എന്നുള്ള രീതി തന്നെ അത് അതിനേക്കാളും നല്ല ജോലിക്ക് പോകുന്നതാണ്. അതെ, നമുക്കൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊന്നൊരു സെൽഫ് ഇവാലുവേഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതെ, അതിനൊരു എലിജിബിലിറ്റി നമ്മൾ നോക്കണം. അതെ, നമ്മളിതൊരു ബിസിനസ് ഒരു സെൽഫ് ഇവാലുവേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒന്ന് റിസ്ക് എടുക്കാൻ അതൊരു മെയിൻ ഒരു ഫാക്ടർ തന്നെയാണ്. പിന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്ന കാര്യങ്ങൾ, പിന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. അതെ, ലേണിംഗ്, സെൽഫ് ലേണിംഗ് ഒരുപാട്. അത് പല മേഖലകളിൽ ഇത് നമ്മൾ പഠിക്കാനുള്ള ഒരു താല്പര്യം അതൊക്കെ എന്തായാലും വേണം. അതെ, ഇപ്പോൾ പിന്നെ ഈ സ്ട്രെസ്സാണ് ഏറ്റവും വലിയ സ്ട്രെസ് മാനേജ്മെന്റ്. ആ ഒരു കാര്യവും ഇത് വരും. എത്ര വലിയ പ്രഷർ വന്നു കഴിഞ്ഞാൽ നമ്മളത് എംപ്ലോയീസിൻ്റെ മുകളിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടീമേ ഇല്ല, നേരെ ഫാമിലിയായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ തന്നെ മാനേജ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുക, എന്ത് കിട്ടിയാലും ആ ഒരു ഇതിൽ നിന്നാലേ നമുക്കൊരു ഗ്രോത്തിലോട്ട് പുഷ് ആവത്തുള്ളൂ. അതിനൊരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്തായാലും ഇപ്പുറത്തുണ്ട്, അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത് നമുക്കൊരു എന്താ പറയുക, നമ്മളൊരു എക്വിപ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിലോട്ട് പോകാൻ പറ്റൂ. അതെ അതെ, നമ്മളെ മൈൻഡ് നമ്മളെപ്പോഴും ഒരു എല്ലാത്തിനും ഒരു ബോർഡർ ലൈൻ വെക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ സീരിയസ്ലി ഇപ്പോഴും 9 PM കഴിഞ്ഞാൽ ബിസിനസ് കോൾ എടുക്കില്ല. 9 മണി വരെ മാക്സിമം ഞാൻ എടുക്കും. അത് കഴിഞ്ഞാൽ കോൾ എടുക്കത്തില്ല. അത് എല്ലാവർക്കും അറിയാവുന്നുണ്ട്, അതിനുശേഷം വിളിക്കത്തുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ബോർഡർ ലൈൻ എപ്പോഴും നമ്മുടെ ഇതിൽ വെച്ച് പോകുന്നത് നല്ലതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമുക്ക് ഉറക്കവും ഇല്ലാതെ തന്നെ നമ്മൾ റൺ റിസൾട്ട്സും ഉണ്ടാവത്തില്ല. ഓക്കെ, ഇപ്പോൾ ഹസൻ അന്ന് തുടങ്ങിയ തൊട്ടേ ഒരു എഡ്യൂക്കേഷണൽ ബേസ്ഡ് ആയിട്ടാണല്ലോ കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഹസൻ ചെയ്യുന്ന ഏറ്റവും ഏതൊക്കെയാണ് ബിസിനസ്സുകൾ മെയിനായിട്ട് ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ബിസിനസ്സുകളിൽ ഏതൊക്കെയാണ്? അത് കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ ബേസ്ഡ് ആണോ? എഡ്യൂക്കേഷൻ ബേസിലാണ് കൂടുതലും സക്സസ് ആയിട്ട് നിൽക്കുന്നത്. ക്യാമ്പസ് സെർച്ച് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. ക്യാമ്പസ് സെർച്ച് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി കോളേജ്. അതെ അതെ അതെ. പിന്നെ ട്രൂ വേ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആണ്. പക്ഷേ എബ്രോഡ് പോകുന്ന ആൾക്കാരുടെ പേപ്പർ വർക്ക്സ്, അതാണ് സ്കെയിലപ്പായ 2 ബിസിനസ്സുകൾ എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഓൺലൈൻ, അതും എഡ്യൂക്കേഷനാണ്. നമുക്ക് ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് കോഴ്സുകൾ പഠിപ്പിക്കുന്നത്. പിന്നെ സിറ്റിസ്കോപ്പ് എന്ന് പറഞ്ഞ കോണ്ടന്റ് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. അത് ആർട്സോമിയും ഞാനിപ്പോൾ ആർട്സോമിയുടെ പാരന്റ് കമ്പനിയാണോ? ആർട്സോമിയും പാരന്റ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ അണ്ടറിൽ ഇതെല്ലാം ബ്രാൻഡുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർട്സോമിയും ബാക്കി ഉള്ളത് ഞങ്ങൾ സ്കെയിലപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. സിസ്റ്റംസും പ്രോസസ്സും ബിൽഡ് ആവുന്നതേ ഉള്ളൂ പ്യുവർലി. അപ്പോൾ ഒരു നെക്സ്റ്റ് ഇയർ കൊണ്ട് ഞങ്ങളൊരു
ഫുള്ളി ഓട്ടോമേഷൻ പ്രോസസ്സിലോട്ട്. ഇപ്പോൾ ഈ നമ്മളെ ഇന്നത്തെ കേരളത്തിലുള്ള ഇപ്പോഴത്തെ ഒരു ന്യൂ ട്രെൻഡ് അനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ്? ഇപ്പോൾ മീൻസ് എഡ്യൂക്കേഷൻ ആൻഡ് മാർക്കറ്റ് സിസ്റ്റം ആൻഡ് മാർക്കറ്റ് എങ്ങനെയാണ്? ഓക്കെ, എഡ്യൂക്കേഷൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഉള്ള ഡിഗ്രി കോഴ്സസ് എന്ന് പറയുന്നത് മൊത്തത്തിലൊരു അഴിച്ചുപണി. നമ്മൾ ഫ്രം ഗ്രൗണ്ട് പ്രീ സ്കൂൾ തൊട്ടേ മാറ്റേണ്ടതാണ്. ഇപ്പോൾ പ്രീ സ്കൂളൊക്കെ നല്ല രീതിയിൽ മാറുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഡിഗ്രി കോഴ്സുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ NEP പോളിസി 2000 എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഡിഗ്രിക്കൊക്കെ മാറിയിരിക്കുന്നത്. അതും പക്ഷേ അതർ സ്റ്റേറ്റുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ്ലി ഇത് മാറുന്നുണ്ട്. പുതിയ കോഴ്സുകളും അപ്ഡേഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. കേരളം അതിനനുസരിച്ചിട്ട് മൊത്തത്തിൽ ചേഞ്ച് ആയാലേ കാര്യമുള്ളൂ. ഇനി സ്കില്ലാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം AI ടേക്ക് ഓവർ ചെയ്യും. അതിന് ട്രെയിൻ ചെയ്യുന്ന സ്കില്ലുകൾ നമ്മൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് പണ്ടെല്ലാവരും ഒരു ജോബിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തത്, പഠിച്ചതും വർക്ക് ചെയ്തതും ആ ഒരു പ്രോസസ്സിൽ തന്നെയാണ്. ഇപ്പോൾ ആരും ജോബിന് വേണ്ടിയിട്ട് അല്ല പഠിക്കുന്നത്, അവരുടെ പാഷൻ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ജെൻസി ന്യൂ ജനറേഷൻ ആയാലും ഇനി വരാൻ പോകുന്ന ജനറേഷനായാലും അവരവരുടെ പാഷൻ ഫോളോ ചെയ്യാൻ മാത്രമേ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് മാത്രമേ അവർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ബിൽഡ് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് സംഭവം. പണ്ടത്തെ പഴയ ബ്രിട്ടീഷ് സിസ്റ്റം ആണ് ഇപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നത്. അവരെന്ന് പറയുന്നത് UK എഡ്യൂക്കേഷൻ സിസ്റ്റം എന്തുകൊണ്ട് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തില്ല, അത് തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് തിങ്ക് ചെയ്യേണ്ട കാര്യമാണ്. അവർക്ക് വേണ്ട എന്താണ്? ക്ലറിക്കൽ ജോബിലുള്ള ആൾക്കാരെയാണ് അവർക്ക് ആവശ്യമായിരുന്നത്. അതിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയൊരു സിസ്റ്റമാണ് അവരിവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് പോയത്. അത് നമ്മൾ ഇന്നും ഫോളോ ചെയ്ത് പോകുന്നു. ക്ലറിക്കൽ ജോബ് വേണ്ടിയിട്ടുള്ളൊരു അല്ലേ നമ്മൾ പഠിച്ചു വന്നത് എല്ലാവരും അല്ല. ഇപ്പോൾ പോകുന്ന പിള്ളേരെല്ലാം ഒരു വലിയൊരു വിഭാഗം പിള്ളേരും ഇപ്പോൾ നമുക്കൊരു ഡിഗ്രി PG കഴിഞ്ഞിട്ട് പോലും അവർക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. അതെ, അവർ കംപ്ലീറ്റ് ആയിട്ട് ഇനിയും അയ്യോ ഇതിപ്പോൾ ഇത്രയും ഒരു PG വരെ എത്തുമ്പോൾ എത്ര വർഷം പഠിക്കും? ഒരു 18-20 വർഷം പഠിച്ചു വെറുതെ പോവാണ്. അവർക്കറിയത്തില്ല എന്താണ് ചെയ്യേണ്ടത്, ഇനി അങ്ങോട്ട് മുന്നോട്ട് എന്ത് പോകണം, നമുക്ക് എന്ത് ചെയ്യണം. പിന്നെയും അവരൊരു ലിവിങ്ങിന് വേണ്ടി ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അവർ പിന്നെ ഒരു കോഴ്സ് പോലെ 6-7 മാസം പഠിച്ച് ആ കോഴ്സിലാണ് പിന്നെ അവർ ജീവിക്കുന്നത്. അതെ അതെ അതെ. അപ്പോൾ ഇത്രയും പഠിച്ചത് സമയം കളഞ്ഞ എന്തിനാണ്? അതെ, അതൊരു ചോദ്യമാണ്. എല്ലാവരും സെൽഫായിട്ട് ചോദിക്കുന്നതും ഈ സൊസൈറ്റി തന്നെ പരസ്പരം അങ്ങോട്ടും ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷേ ഇത് ഫുള്ളി ഒന്ന് ഭീകരമായിട്ട് മാറേണ്ടിയിരിക്കുന്നു. ഫുള്ള് അത് നമ്മുടെ ഗവൺമെൻറ് സൈഡിൽ നിന്ന്. അതെ, എൻ്റെ ഒരു ഐഡിയോളജി പറയട്ടെ. ഞാനിത് പറയുമ്പോൾ ചിലർക്കൊന്നും അത് താല്പര്യം ഉണ്ടാവില്ല. ഞാനും ഈ സ്കില്ലിനെ കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ പ്രീ സ്കൂൾ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 5th സ്റ്റാൻഡേർഡ് വരെ അവനൊരു കോമൺ ആയിട്ടുള്ള ഇത് ഇപ്പോൾ ഉള്ള രീതിയിലല്ലാതെ ഇപ്പോൾ ഞാൻ കാണുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ ഒരു നെഫ്യൂവിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ ഈ ചെറിയ പിള്ളേർക്ക് തന്നെ ഒരു മാസീവായിട്ടാണ് അവർ പഠിക്കാൻ കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ കാണാതെ പഠിക്കുക. എന്തിനാണ് ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടിക്ക് എന്തിനാണ് ഇത്രയും ഒരു കാണാതെ പഠിക്കാനുള്ള ഒരു ടെൻഡൻസി? കാരണം എന്ന് പറഞ്ഞാൽ അവൻ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എത്തുമ്പം തന്നെ ഈ പഠിത്തം എന്ന് പറഞ്ഞ സാധനം അവന് മടുത്ത് അങ്ങറ്റാവും. പിന്നെ അത് പുഷ് ചെയ്ത് വേണം അവരെ കൊണ്ടുപോകാൻ. പിള്ളേരുടെ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ബ്രെയിൻ ഒരു 10 years വരെ അത് ഫ്രീ ആയിട്ട് വിടേണ്ട സാധനമാണ്. കാരണം അവർ നാച്ചുറൽ ചെയ്ത് വരുന്ന ഒരു സമയമാണ്. ഒരു കംപ്ലീറ്റ്ലി ഒരു പുതിയ ഒരു സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടതാണ് അവിടെ. IB സിലബസും കുറേയൊക്കെ മാറ്റങ്ങളുണ്ട് അതിൽ. അല്ല, IB എല്ലാവർക്കും അഫോർഡബിൾ അല്ല, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അതെ, IB ഒക്കെ പഠിക്കുന്ന പിള്ളേർ നല്ല ഇൻ്റലക്ച്വലായിട്ട് നല്ല രീതിയിൽ അവർ വളർന്ന് നല്ല ഒരു ലെവലിലോട്ട് അവർ പോകും. കാരണം ഈ 5th സ്റ്റാൻഡേർഡ് വരെയൊക്കെ അവരെത്തുമ്പോൾ ഓക്കെ ഇവർക്ക് വളരെ ഈ പഠിക്കാനുള്ള സാധനങ്ങൾ തന്നെ വളരെ കാഷ്വലായിട്ട് അവർക്ക് കൊടുക്കുക. അപ്പോൾ അത് പഠിക്കട്ടെ, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കട്ടെ. അല്ലെങ്കിൽ നമുക്ക് ഒരു 1 ക്ലിക്കിൽ ഈ ഇൻഫർമേഷൻ കിട്ടുന്ന ടൈമിൽ എന്തിനും ഇതെല്ലാം കാണാതെ പഠിക്കണം? അത് ഒന്ന് വലിയൊരു ചോദ്യമാണ്. എന്തിനാണ് അത് കാണാതെ പഠിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇവരെ ഒരാൾ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് ഒരാൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ആളുടെ പാർട്ടിൽ. അതെ, ഇപ്പോൾ
ഒരു കുട്ടി തന്നെ ആള് ഒന്ന് ബിൽഡായി. അപ്പോൾ അവരുടെ ഒരു 5th സ്റ്റാൻഡേർഡ് എത്തുന്ന മുമ്പ് തന്നെ ഇപ്പോൾ ഒരു 3 ലാംഗ്വേജസ് ഇപ്പം അവരുടെ മദർ ടങ്. ഇപ്പം മലയാളം റിട്ടൺ ആൻഡ് സ്പീക്കിംഗ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് റിട്ടൺ ആൻഡ് സ്പീക്കിംഗ്, ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ബിൽഡ് ചെയ്യുക. പിന്നെ ഹിന്ദി നമ്മളെന്തായാലും നാഷണൽ ലാംഗ്വേജ് ആണ്. മാത്രമല്ല ഹിന്ദി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചതിനേക്കാളും ചില രാജ്യങ്ങളിൽ പോകുമ്പോൾ ഭയങ്കര ഗുണമാണ്. ഹിന്ദി അറിയാമെങ്കിൽ പല സ്ഥലങ്ങളിൽ ഈവൻ യൂറോപ്യൻ കൺട്രീസിലും ഗൾഫ് കൺട്രീസിലും നമുക്ക് നല്ലതായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3 ലാംഗ്വേജസും അവർക്ക് റൈറ്റ് ചെയ്യാനും സ്പീക്ക് ചെയ്യാനും ഒരു 5th സ്റ്റാൻഡേർഡ് എത്തുമ്പോൾ ഇവരെ നല്ല രീതിയിലൊന്ന് ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി ഒരു ലൈഫിൽ ഒരു 60-70% സക്സസ്ഫുൾ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈ ഗൾഫിലൊക്കെ പഠിച്ച പിള്ളേരൊക്കെ ഇല്ലേ, ഇപ്പം അവിടെയൊക്കെ നല്ല സ്കൂളുകളിൽ പഠിച്ച പിള്ളേരെ അവർക്ക് ഈ മേ ബി അവർക്ക് മലയാളം പ്രശ്നമുള്ള പിള്ളേരുണ്ടാകും, പക്ഷെ മലയാളം നല്ല രീതിയിൽ സംസാരിക്കുന്ന പിള്ളേരുണ്ടാകും. ബട്ട് അവർക്ക് ഈ ഇംഗ്ലീഷും ഹിന്ദിയും നല്ല ഫ്ലുവൻ്റ് ആയിരിക്കും. ആ പിള്ളേർക്ക് മുന്നോട്ടുള്ള ഇപ്പം ഞാൻ എൻ്റെ കോളേജിലൊക്കെ വന്ന സമയത്ത് ഇപ്പം ഞാനൊക്കെ +2 വരെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചതെങ്കിലും ബട്ട് ഞാൻ കോളേജിൽ ബാംഗ്ലൂരിൽ ഞാൻ ചെന്ന് നിന്നപ്പോൾ അവിടെ ആ ക്ലാസ്സിൽ ഒരു 12 മലയാളികളേ ഉള്ളൂ. ബാക്കി 60 പിള്ളേരിൽ ബാക്കിയെല്ലാം എല്ലാ സ്റ്റേറ്റ്സിലുള്ള പിള്ളേരുണ്ട്. ഞാൻ 2-3 മാസം എടുത്ത് ഞാൻ ഒരു ഒന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് തുടങ്ങാൻ വേണ്ടി. കാരണം നമുക്ക് സംസാരിക്കാൻ ഞാനിപ്പോൾ ഈ ഓൺലൈനിൻ്റെ സിലബസ് റീഅപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ MNC-കളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരടുത്തൊക്കെ ഞാൻ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് നിങ്ങൾ ഈ ഒരു ആളെ ഹയർ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് പ്രിപ്പയർ ചെയ്യാമല്ലോ ഒന്ന് സ്റ്റുഡൻസിനെ സെറ്റ് ചെയ്യാം. അപ്പോൾ അവർ പറഞ്ഞത് കമ്മ്യൂണിക്കേഷനും ആറ്റിറ്റ്യൂഡും ബാക്കി കൂടെ നമ്മൾ ട്രെയിൻ ചെയ്യും. അല്ല, കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഓട്ടോമാറ്റിക്. കാരണം നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ള ആളുകൾ അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. കാരണം അവർക്ക് തന്നെ അറിയായിരിക്കും അവർ ഇപ്പോൾ 100 പേര് നിൽക്കുകയാണെങ്കിൽ ആ 100 ട്രെയിൻ ചെയ്യാൻ പറ്റും. ഫ്ലുവൻ്റ് ആയിട്ട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ അവൻ അവിടെ ഭയങ്കര ഒരു കോൺഫിഡൻറ്റ് വരും. ഭയങ്കര രീതിയിൽ അവർക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സ്പീക്ക് ചെയ്യാം. അത് ഈ പിള്ളേരെ ഒരു 5th സ്റ്റാൻഡേർഡ് മുമ്പേ അത് ക്ലിയർ ആക്കി വിടുക. അതാണ് എഡ്യൂക്കേഷനിൽ ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടി ഒരു 60-70% ലൈഫിൽ സക്സസ്ഫുൾ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് നമ്മൾ PG കഴിഞ്ഞ പിള്ളേർക്ക് പോലും നല്ലൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ല. അത് പിള്ളേരുടെ പ്രശ്നമല്ല, ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. കാരണം നമ്മൾ കേരളത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ വീട്ടിലും നാട്ടിലും എല്ലായിടവും മലയാളമാണ് സ്പീക്ക് ചെയ്തത്. ഇപ്പോൾ നമ്മളിപ്പോൾ ബാംഗ്ലൂരിൽ നിന്നിട്ട് നാട്ടിൽ വന്ന് നിന്നാൽ പോലും നമ്മളുടെ ഈ കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നം ഉണ്ടാവും. കുറേ നാൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി സ്പീക്ക് ചെയ്താലേ അത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ തന്നെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സംസാരിച്ചാലേ വേറെ വഴിയുള്ളൂ. ഗ്രോത്തിന് കമ്മ്യൂണിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഫസ്റ്റ് ഈ ഇവിടെ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് ഈ കമ്മ്യൂണിക്കേഷൻ പിള്ളേരെ പ്രോപ്പർ ആക്കുക എന്നുള്ളത്. നെക്സ്റ്റ് ആണ് ഈ 5th സ്റ്റാൻഡേർഡ് വരെ പഠിക്കുമ്പോൾ ഇവർക്ക് അറിയായിരിക്കും ഇവർക്ക് ഏതാണ് ഇൻട്രസ്റ്റ്. ചില പിള്ളേർക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു 3% അകത്ത് ഉള്ള പിള്ളേർ മാത്രമേ ആ ഇത് കംപ്ലീറ്റ് ആയ സിലബസ് പഠിച്ച് അത് അവർക്ക് ഇംപ്ലിമെൻ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവും. ബാക്കിയുള്ള എല്ലാ പിള്ളേർക്കും വേറെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ചിലർക്ക് കുക്ക് ചെയ്യാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഡാൻസ് ചെയ്യാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് കളിക്കാൻ പോകാനായിരിക്കും ഇഷ്ടം. ഇപ്പം പണ്ട് വിരാട് കോഹ്ലി കളിക്കാൻ പോയ സമയത്ത് പുള്ളിയെ പിടിച്ച് ഫിസിക്സ് പഠിച്ചിരുന്ന പുള്ളി ഇപ്പോൾ എവിടെ ഇരുന്ന് പുള്ളിയെ കളിക്കാൻ വിട്ടുകൊണ്ടാണ് നല്ല ക്രിക്കറ്ററായത്. അതിനേക്കാളും എത്രയോ കഴിവുള്ള ആൾക്കാർ എങ്ങും എത്താതെ എവിടെയോ ഇരിപ്പുണ്ട്. അല്ല, പുള്ളിയുടെ പാരൻസ്, വിരാട് കോഹ്ലിയുടെ പാരൻസ് പറയാം, നീ ക്രിക്കറ്റ് കളിക്കാൻ പോകണ്ട, നീ പഠിച്ചാൽ മതി, നീ നല്ലൊരു ജോലി വാങ്ങിച്ച് നല്ല എഞ്ചിനീയർ ആയിട്ട് പോയാൽ. വിരാട് കോഹ്ലിയുടെ പാരൻസ് പുള്ളിയെ സ്ട്രിക്റ്റ് ആയിട്ട് അടിച്ചിരുത്തി പഠിപ്പിച്ചെന്നെങ്കിൽ പ്യൂർലി ഒരു കരിയർ ഗൈഡൻസ്, നമ്മുടെ കരിയർ ഗൈഡൻസ് കിട്ടിയത് നമ്മുടെ മാമന്മാരും അപ്പുറത്തെ വീട്ടിലെ അതാണ് കാര്യം. ആൾക്കാരാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പറയാന്നേ ഉള്ളൂ. അത് അല്ല, നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്ക് കേരളത്തിലെ മാർക്കറ്റ് മാറിപ്പോയി. അത് ഗവൺമെന്റ് സൈഡിൽ നിന്നൊരു പുഷ് അന്ന് കഴിഞ്ഞ് മൊത്തത്തിലൊരു മാറ്റം വന്നാലേ നന്നാവത്തുള്ളൂ. പിന്നെ നമ്മുടെ ടോപ്പിക്ക് മറ്റേ എംപ്ലോയീസ്. അല്ല, നമ്മളിപ്പോൾ പറഞ്ഞു വന്ന ഇപ്പോൾ ഹസൻ ഇപ്പം കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആണല്ലോ, എഡ്യൂക്കേഷൻ ബിസിനസ്സിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിലെ മാർക്കറ്റ് ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചർ മാർക്കറ്റ് സ്കിൽ ബേസ്ഡ് ആയിട്ട് അതിന് നല്ല ആ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ മാർക്കറ്റ് ഭീകരമായിട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്യുവർ സ്കില്ലില്ലാത്ത ആൾക്കാരെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്
അഗ്രസീവ്ലി പുഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലും ചലഞ്ചസ് ഉണ്ട്. ക്വാളിഫൈഡ് ട്രെയിനിങ് എവിടെ കിട്ടുന്നു എന്നുള്ളത് അതും ഒരു ചലഞ്ച് തന്നെയാണ്. അത് ഓക്കെ. നമ്മുടെ ഓരോ കോഴ്സ് എടുക്കുന്നവർ തന്നെ നോക്കി കണ്ടുപിടിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് അറിയാവുന്ന ആൾക്കാരാണ് ഇതെല്ലാം മാർക്കറ്റിംഗ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഔട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഓക്കെ. അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. അതിപ്പോൾ ഏത് ഫീൽഡായാലും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയാലും ട്രേഡിംഗ് ആയാലും എനി അതർ ഈ എൻട്രൻസ് കോച്ചിങ് ആയാലും എന്ത് സംഭവം ആയാലും ഓക്കെ. അതിൻ്റെ ഔട്ട്കം അതെ. അതുപോലെ നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ ഈവൻ ഈ നമ്മുടെ എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ട് നിൽക്കുന്ന പല സ്റ്റാർട്ടപ്സുകളും അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സ് അല്ലാതെ തന്നെ ഇപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലെയുള്ളവർക്കും ഇപ്പോൾ ഇപ്പം കോവിഡ് കഴിഞ്ഞ തൊട്ട് കേരളത്തിൽ നല്ലൊരു ബൂമാണുള്ളത്. അതെ അതെ അതെ. ഇത് ഇനി ഇതിൻ്റെ ഫ്യൂച്ചർ അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ഹസനി ബിസിനസ് നിൽക്കുന്നുണ്ട്. ഇത് ഇതിന് എത്ര ഒരു എന്താ പറയുക, ഒരു ലിമിറ്റ് ഉണ്ടാവുമോ, അതോ ഇനിയും ഇല്ല, ഇത് അഗ്രസീവ്ലി 10 ഇയർ എന്തായാലും ഭീകരമായ ഒരു പുഷ് എന്തായാലും എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഉണ്ടാവും. ആസ്പെക്ട് കറണ്ട് മാർക്കറ്റ് ഡാറ്റ എഡ്യൂക്കേഷൻ ഒരു ഭീകരമായൊരു ബൂം. മറ്റേ ഗവൺമെൻറ് സൈഡിൽ നിന്ന് സിസ്റ്റം ചേഞ്ച് ആയി അത് ഇംപ്ലിമെൻ്റ് ആയി വരുമ്പോൾ എന്തായാലും ഒരു 15 years എടുക്കും. ഓക്കെ. അതുവരെ ഈ ഒരു സാധനം അഗ്രസീവ്ലി പുഷായിക്കൊണ്ട് ഇപ്പോൾ ഉള്ള ഈ പിള്ളേരുടെ മൈൻഡിലൊക്കെ ഇപ്പോൾ അവർ ഇപ്പോൾ ഓക്കെ +2 വരെ പഠിച്ചു. ഇപ്പം എനിക്ക് ഇത് കൊണ്ട് ഒരു ഗുണമില്ല എന്ന് തോന്നുന്ന ഒരുപാട് പേര് ഇപ്പം അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് ഞാൻ. അതെ അതെ അതെ. അപ്പോൾ ഇത് പഠിച്ചുകൊണ്ട് എനിക്ക് കാര്യമില്ല. ഇപ്പോൾ എൻ്റെ പാഷൻ എന്താണെന്നുള്ള അല്ല എൻ്റെ സ്കിൽ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ പുറകെ ഞാൻ പോവുകയാണ്. അല്ലെങ്കിൽ എനിക്കിനി ഇതേപോലെ എനിക്ക് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങൾ കാണാതെ പഠിച്ചിട്ട് എനിക്ക് പരീക്ഷ എഴുതി കാര്യമില്ല. തുടങ്ങിയിട്ടുണ്ട് പുതിയ. അതെ. അപ്പോൾ അവർക്ക് ഇതേപോലെ ഒരു സ്കിൽഡ് ബേസ്ഡ് ആയിട്ടൊരു പ്രോഗ്രാമിലോട്ട് പോയി അവിടെ സ്കില്ല് ബിൽഡ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് നല്ലൊരു ജോലിക്കോ അല്ലെങ്കിൽ ഫ്രീലാൻസിങ്ങോ അല്ലെങ്കിൽ ബിസിനസ്സിലോട്ടോ ഇറങ്ങാന്നുള്ള ഒരു മൈൻഡിലോട്ട് മാറിയല്ലേ. അതെ അതെ അതെ. സംഭവം MNC-കളായാലും ഇപ്പോൾ ഈ ഡിഗ്രി നോക്കിയല്ല ഇപ്പോൾ ഹയർ ചെയ്തിരുന്നത്. അവരുടെ പ്രോസസ് എല്ലാം മൊത്തം മാറി തുടങ്ങി. സ്കിൽഡ് ആണോ ജോലിയുണ്ട്. അതെ അതെ. ബാംഗ്ലൂരൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള ആളുകൾ. ഞങ്ങളായ പോലും എഡ്യൂക്കേഷൻ നോക്കാറേ ഇല്ല. സ്കില്ലുണ്ടോ കയറുക എന്നുള്ളതാണ്. അതെ തീർച്ചയായും. അതെ. ഇപ്പോൾ അത് ഞാൻ ഒരു എക്സാമ്പിൾ അത് പറയാം. ഇപ്പോൾ നമ്മൾ പണ്ടൊരു ഹയറിംഗ് പ്രോസസ്സ് പെർഫോമൻസ് മാർക്കറ്റിംഗ് സീനിയർ പെർഫോമൻസ് മാർക്കറ്റിങ്ങിൻ്റെ ഹയറിംഗ് ഇട്ട സമയത്ത് ഇപ്പോൾ നമുക്ക് അന്ന് ഓഫീസിൽ ഞാനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഒരു പുള്ളിക്കാരൻ അപ്പോൾ ആൾ ബാംഗ്ലൂർ ഏതോ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച് MBA കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ആളുകൊണ്ട് നമുക്ക് വേറൊരു പുള്ളിയുണ്ട്. ആൾ നമ്മളോട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൾ +2 മാത്രമേ ഉള്ളൂ കയ്യിൽ. പക്ഷേ ഈ MBA കഴിഞ്ഞ ആളിന് ഒരു കൈൻഡ് ഓഫ് പുള്ളിക്ക് അറിയാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്നോ ചെറിയ രീതിയിൽ അറിയാം. പക്ഷെ ആഡ് ഒന്നും ചെയ്തിട്ടില്ല. പുള്ളിയുടെ സിലബസിൽ പുള്ളി പഠിച്ചിട്ടുണ്ട് ഇതിങ്ങനെ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ആൾ ഇതുവരെ ഫേസ്ബുക്കിൻ്റെ പാനലോ ഗൂഗിളിൻ്റെ പാനലോ കണ്ടിട്ടുള്ളത് അറിയാം. അപ്പോൾ ഇത് ഒരു സീനിയർ ഒരു പോസ്റ്റാണെന്ന് കണ്ടിട്ടാണ് ആൾ വന്നത്. കാരണം പുള്ളിയുടെ ആ ഡിഗ്രിയുടെ വാല്യൂ വെച്ചിട്ടാണ് പുള്ളി വന്നത്. ബട്ട് നേരെ അപ്പോൾ സെക്കൻഡ് കാൻഡിഡേറ്റ് ആൾ ഇതെല്ലാം ട്രൈ ഔട്ട് ചെയ്ത് പുള്ളി ഫ്രീലാൻസ് ആയിട്ടൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് കുറേ ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. മേ ബി ഫോറിൻ ക്ലയൻസ് ഒന്നും ഹാൻഡിൽ ചെയ്തിട്ടില്ല. ഇന്ത്യൻ ക്ലയൻസൊക്കെ പുള്ളി ഹാൻഡിൽ ചെയ്ത് അത്യാവശ്യം ഇതിൻ്റെ നല്ല ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആളാണ്. പുള്ളി +2 വരെ ഇതിൻ്റെ പഠിച്ചിട്ടുള്ളൂ. +2 കംപ്ലീറ്റ് ആണെന്ന് പോലും നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടില്ല ആൾ. പക്ഷെ ആൾ ഭയങ്കര സ്മാർട്ടാണ്, ഇതിലെല്ലാം അറിയാം. അപ്പോൾ നമ്മളെ ചോയ്സ് ആ സെക്കൻഡ് വന്ന ആളാണ്. അപ്പോൾ ഇവിടെ വന്നിരുന്ന ആൾ MBA കഴിഞ്ഞെന്നോ അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് അറിയേണ്ടത് എന്താണ്, ഈ ആളിനെ എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ക്ലയൻസ് ഇവരായിട്ട് വർക്ക് ചെയ്ത് അവർക്ക് റിസൾട്ട്സ് ഉണ്ടാക്കാൻ പറ്റും. ഇതേ രീതിയിലല്ലായിരിക്കും എല്ലാ കമ്പനികളും ചിന്തിക്കുക. അതെ അതെ, ഉറപ്പായിട്ടും. ഈ ഹയറിംഗ് പ്രോസസ്സിലോട്ട് വരുമ്പോൾ മെയിനായിട്ടും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് എവിടെയാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ് ടൈമിൽ ഓരോരുത്തരായിരിക്കും നമ്മൾ ഹയർ ചെയ്യുന്നത്. നമ്മുടെ സ്കിൽ ഗ്യാപ്പ് എവിടെയാണോ ഉള്ളത് അതിനെ റീപ്ലേസ് ചെയ്യുകയാണ് ഫസ്റ്റ്. നമുക്ക് ഫിനാൻസിലാണ് നമുക്ക് പ്രശ്നമെന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ടിനെ അല്ലെങ്കിൽ ഒരു ഫിനാൻസ് ടീമിനായിരിക്കും നമ്മൾ ഹയർ ചെയ്യേണ്ടത്. ചിലപ്പോൾ നമുക്കത് ഫ്രീലാൻസ് കൊടുക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ജോബ് ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആളെ എന്തിനാണ് നമ്മൾ ഹയർ ചെയ്യുന്നത്, ഓക്കെ. പുള്ളിയിൽ നിന്ന് എന്ത് റിസൾട്ടാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ആ ക്ലാരിറ്റി വരുന്ന കാൻഡിഡേറ്റിൻ്റെ അടുത്ത് നമ്മൾ പറയണം, ഓപ്പണായിട്ട് പറയണം. അപ്പോൾ വരുന്ന ആൾക്ക് നമുക്ക് മനസ്സിലാവും ഇവിടെ എന്താണ് വേണ്ടത്, എന്താണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ആപ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്ക് തന്നെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യാം, അടുത്ത് നോക്കാം, നമുക്ക് അടുത്ത ആളെ നോക്കാൻ പറ്റും. ആ ഒരു ജോബ് ക്ലാരിറ്റി ഭീകരമായി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഈ പുള്ളിയിൽ നിന്ന് എന്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നും ആദ്യമേ ഈ ഹയർ ചെയ്യുന്ന എംപ്ലോയി എടുത്ത് നമ്മൾ ഒരു ക്ലാരിറ്റി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ഒരു ടീം മെമ്പർ നമുക്ക് കിട്ടും. പലരും എടുത്തു വെച്ചിട്ട് എന്തിനൊക്കെയോ വേണ്ടി ചെയ്യുന്നു, കുറേ കഴിഞ്ഞിട്ട് അവരോട് ദേഷ്യപ്പെട്ടിട്ട് അവരെ പറഞ്ഞു വിടും. ഈ വന്നിരുന്ന ആൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല, ഞാനിവിടെ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഇവരിൽ നിന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കാം, പുള്ളിക്കൊരു ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും. ആ ഒരു ഇഷ്യൂ, ഞാൻ എന്തിനു വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് അവർക്ക് റിസൾട്ട് കൊടുക്കേണ്ടതെന്നുള്ളത് ഒരു ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഔട്ട് പെർഫോം ചെയ്യും നല്ല രീതിക്ക്. പിന്നെ രണ്ടാമത് നോക്കേണ്ടത് എടുത്തിട്ട് അവരെ പഠിപ്പിക്കാൻ നോക്കുക നമ്മൾ പുതിയ കാര്യങ്ങൾ. എങ്കിൽ മാത്രമേ നമ്മൾ ടീം വളർന്നാലേ നമ്മൾ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. അത് ഈ എസ്പെഷ്യലി നമ്മൾ ഈ സ്കില്ലായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ നമുക്ക് കുറേ കൂടെ നമുക്ക് അവരെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ. അതെ. അപ്പോൾ ചിലർ ചിന്തിക്കും അവർ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം പഠിച്ചിട്ട് കളഞ്ഞിട്ട് പോകില്ലേ എന്ന്. അതിൽ പറയാനുള്ളത്, ഒരു കമ്പനിയിലും 3 years കൂടുതൽ ആരും നിൽക്കില്ല. നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഒരു സ്റ്റേക്കും കൂടെ കൊടുക്കുക, അത് ബോണസ് തന്നെയാണ്, ഒരു അസറ്റായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ ഇപ്പോഴത്തെ സിസ്റ്റം അവർ നിൽക്കുന്ന ടൈമിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ അവരിൽ നിന്ന് നല്ല രീതിക്ക് നമുക്ക് റിസൾട്ട് കിട്ടും. പ്യൂറായിട്ട് ക്ലാരിറ്റി കൊടുത്താൽ മാത്രം മതി. ഇതാണ് നിൻ്റെ KPI, ഇതാണ് നിൻ്റെ KRI. നമുക്ക് ആ KPI KRI ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇന്നതാണ് ഞാൻ നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഇന്ന റിസൾട്ടാണ് എനിക്ക് വേണ്ടത്. പിന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുക. അങ്ങനെയുള്ള മൈൻഡ് സെറ്റും ചലഞ്ചസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന ആൾക്കാരെ, അത് ഈ ജോബാണ് നിങ്ങളുടെ മൈൻഡ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ തന്നെ ചേഞ്ച് ആവുക എന്നുള്ളതാണ്. അതെ. അപ്പോൾ അതാണ്. ഇപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി, നമുക്ക് സിസ്റ്റമൊക്കെ നമ്മൾ ബിൽഡ് ചെയ്ത് വരാണ്. ഇനി അടുത്തുള്ള സ്കെയിലിംഗ് സ്റ്റേജാണ്. അതെ. അപ്പോൾ സ്കെയിലിംഗ് സ്റ്റേജിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? ഇപ്പോൾ പല ഏരിയാസ് ഇപ്പോൾ വരുമായിരിക്കും. ഇപ്പോൾ അസൻ്റെ ഒരു സ്കെയിലിംഗ് സ്റ്റേജിലോട്ട് പോകുമ്പോഴും സിസ്റ്റം ഫുള്ളി പ്രോസസ് ഡ്രിവൺ ആയിരിക്കണം. നമ്മളില്ലെങ്കിൽ പോലും, നമ്മളിപ്പോൾ 1 മാസം ഇല്ലെങ്കിൽ പോലും ആ ബിസിനസ്സിന് ഒരു പ്രശ്നവും വരാൻ പാടില്ല. ആ രീതിയിൽ എത്തുമ്പോഴേ നമ്മൾ സ്കെയിലിംഗ് സ്റ്റേജിലോട്ട് പോവുള്ളൂ. നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, നമ്മുടെ മാർക്കറ്റിംഗ് ആയാലും, സെയിൽസ് ആയാലും, HR ആയാലും, ഫിനാൻസ് ആയാലും, മാർക്കറ്റ് റിസർച്ച്, R&D ആയാലും, എല്ലാം ഓട്ടോമേഷൻ ആയാൽ മാത്രമേ നമ്മൾ സ്കെയിലിങ്ങിലോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പോകാൻ പാടുള്ളൂ. അല്ല നമ്മൾ അഗ്രസീവ്ലി പോയി കഴിഞ്ഞാൽ ചില പണി വളരാൻ ചാൻസസ് ഉണ്ട്. ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ലയെന്നല്ല. പക്ഷേ ഒരു പ്രോസസ് ഡ്രിവൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കെയിലപ്പ് ചെയ്യുമ്പോൾ ഭീകരമായിട്ട് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. അതെല്ലാം സിസ്റ്റം എല്ലാം പ്രോപ്പറായിട്ട് നമുക്കൊരു തലവേദന ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിനെന്താണ് സൊല്യൂഷൻ എന്ന് നമ്മൾ ഡോക്യുമെൻ്റ് ഡാറ്റ അവിടെ ഉണ്ടാവും. നമ്മളിപ്പോൾ വേറെ കമ്പനിയിൽ നിന്ന് അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സോ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ അവർ അക്വയർ ചെയ്യത്തില്ല. അവർ ഈ പ്രോസസ്സിന് നമ്മുടെ ഉള്ള ഡാറ്റയ്ക്കാണ് പൈസ ഇടുന്നത്, നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബ്രാൻഡ് വാല്യൂ. ഇതെല്ലാം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം പ്രോസസ്സും ബിൽഡായാൽ മാത്രമേ നമുക്കത് ഒന്നും അറിഞ്ഞാത്ത ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രം സ്ക്രാച്ച് ഒന്ന് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇന്ന കാര്യം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു കസ്റ്റമർ വരുവാണ്, ആ കസ്റ്റമർ എങ്ങനെ വെൽക്കം ചെയ്ത് ഇരുത്തണം അത് നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്ത് ഗൈഡ്, ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ആൾക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പം തന്നെ അവിടെ ഒരു ഫസ്റ്റ് കസ്റ്റമർ ഇമ്പ്രഷൻ അവിടെ ബിൽഡായി. അങ്ങനെ ഒരു SOP ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിന്നിട്ട്
ആരാ എന്താ അതെ ചോദിക്കും. അല്ലേ? അതവിടെ ആ ഒരു ബിസിനസ് അവിടെ ലോസ് ആവണം, ട്രസ്റ്റ് പോകുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് പകരം ചിരിച്ചുകൊണ്ട് തന്നെ ആളെ വെൽക്കം ചെയ്യണമെന്ന് നമ്മുടെ പ്രോസസ്സിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ പുള്ളി അത് ചെയ്യും. റിസപ്ഷനിലിരിക്കുന്ന ആളത് ചെയ്യും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത് നമ്മൾ ഓപ്പറേഷൻ സൈഡിലോട്ട് വരുവാണ്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റം എന്തെങ്കിലും പെട്ടെന്ന് ഇലക്ട്രിക് ഇത് വന്നിട്ട് അടിച്ചു പോയി, അല്ലെങ്കിൽ നെറ്റിൻ്റെ കണക്ഷൻ പോയി, എന്താ ചെയ്യുക? നമ്മളത് ടെക്നീഷ്യനെ നമ്മൾ വന്നാലും ഒരു ടെക്നീഷ്യനെ വിളിച്ച് ഇത് ശരിയാക്കല്ലേ ഉള്ളൂ. അതവിടെ എഴുതി വെച്ചാൽ പോരെ, ഡോക്യുമെന്റ് ചെയ്ത് വെച്ചാൽ പോരെ. ഉൾപ്പെടെ അത് വലിയ ലെവലിലോട്ട് വരുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കല്യാണത്തിന് നിൽക്കണം, നമ്മൾ വന്നിട്ട് ആ സിസ്റ്റം ശരിയാക്കി കൊടുക്കേണ്ടി വരും. വേറെ എന്തെങ്കിലും ജോലിയിൽ നിൽക്കുന്ന നമ്മൾ വന്നിട്ട് ആ സിസ്റ്റം ശരിയാക്കിയിട്ട് അന്നത്തെ വർക്ക് അവിടെ നടക്കുള്ളൂ. ഇതാ മെയിൻ ആയിട്ടുള്ള ഒരു സിസ്റ്റം. ചെറുത് തൊട്ട് നമ്മൾ അതവിടെ എഴുതി അതിനൊരു ഡെലഗേഷനും കൂടെ കൊടുക്കണം. ഇത് ആൾ വന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫണ്ട് എവിടെ നിന്ന് കൊടുക്കണം, അക്കൗണ്ട്സിൽ നിന്ന് കൊടുക്കണം എന്നുള്ള രീതിയിൽ അത് അപ്രൂവൽ വേണോ വേണ്ടയോ, ഇത്ര രൂപ ഒരു 10,000 വരെ അല്ലെങ്കിൽ 20,000 വരെ അപ്രൂവൽ വേണ്ട. നമുക്കത് ഓഡിറ്റിങ്ങിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കേസുകളേ ഉള്ളൂ. അപ്പോൾ ഇത്ര പെർസെൻറ്റേജ് മുകളിൽ വരുന്നതിന് മാത്രം നീ എന്നെ വിളിച്ചാൽ മതി, മെയിൽ അയച്ചാൽ മതി എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ പ്രോസസ്സ് ഓട്ടോമാറ്റായി. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓഡിറ്റ് ഇല്ലേ, എന്ത് പ്രോസസ്സ് പോയാലും ഡാറ്റ ത്രൂ പോകാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ കള്ളത്തരം കാണെങ്കിൽ പറ്റായ്മയൊന്നുമില്ല. സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ആവശ്യമില്ല. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ എന്തായാലും ടീം സ്കെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് ഈ ടീം പ്ലെയേഴ്സ്. അതെ, ഒരു ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഈവൻ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അറ്റ്സോമയിൽ CEO ഇപ്പോൾ ഹസനാണെങ്കിൽ ഇപ്പോൾ ഹസൻ മാറിയിട്ട് പുതിയൊരു CEO അവിടെ വരണം. ഹസൻ്റെ ജോലികളെല്ലാം ഹസൻ ചെയ്യുന്ന ഒരു എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ടൊരു അതേ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്ത് അവിടെ ഒരു CEO വന്നത് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും? നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മൾക്ക് നമ്മുടെ ടീമിൽ ഇത് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ടീമിൽ നിന്ന് തന്നെ അവർക്കൊരു അപ്ഗ്രേഡ് കൊടുക്കാം. അപ്ഗ്രേഡ് അതൊരു ഓപ്ഷൻ അല്ല. അവരെ പഠിപ്പിച്ച് എടുത്തിട്ട് അവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് തന്നെ അക്വയർ ചെയ്യേണ്ടി വരും. പ്യുവർ ജോബ് ക്ലാരിറ്റി കൊടുത്തിട്ട് തന്നെ അക്വയർ ചെയ്യേണ്ടി വരും. നമുക്ക് ഇന്നതാണ് പൊസിഷൻ, ഇതായിരിക്കും നിൻ്റെ ടാർഗറ്റ്, ഇതാണ് നമ്മുടെ വിഷൻ, ഇത് ഫോളോ ചെയ്ത് പോവുക, ഇത്ര ടൈമിനുള്ളിൽ സ്കെയിലപ്പ് ചെയ്യുക എന്നുള്ള രീതിയിൽ. CEO എന്ന് പറയുമ്പോൾ പുള്ളിയുടെ ജോബ് എന്ന് പറയുന്നത് ഡെയിലി ടാസ്കുകൾ അല്ല, ഇതിന് എങ്ങനെ ഗ്രോത്ത് സ്കെയിൽ ചെയ്യുക എന്നുള്ളതാണ്. ഡെയിലി ടാസ്കുകൾ ഫുള്ളി മാനേജേഴ്സിൻ്റെ അണ്ടറിലോട്ട് റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ട് ബേസ്ഡ് ആയിട്ട് സ്കെയിലിങ്ങിൻ്റെ അതിൻ്റെ പ്രൊപ്പഗേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കാര്യങ്ങൾ. നമ്മൾ ആ ഒരു പ്രോസസ്സ് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് A to Z പ്രോസസ്സുകൾ. പിന്നെ നമുക്ക് ഓരോ എംപ്ലോയി വരുമ്പോഴും അവരുടെ അടുത്ത് ജോബ് ക്ലാരിറ്റി കൊടുക്കുക പ്യുവറായിട്ട്. ഇതാണ് നിൻ്റെ ജോബ്, പ്രൊമോഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നീ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, ഇത്രയും നോളജ് നീ പുതിയ കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ നെക്സ്റ്റ് ലെവലിലേക്ക് പുഷ് ആകാൻ പറ്റുള്ളൂ എന്നുള്ളത് ക്ലാരിറ്റി കൊടുക്കുക. അവർക്ക് പഠിക്കാനുള്ള റിസോഴ്സസ് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ടീം പ്ലേയേഴ്സിന് നമുക്ക് നമ്മുടെ ടീമിൽ നിന്ന് തന്നെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. പുറത്തുനിന്ന് ഒരാൾ വരുന്നേക്കാൾ നമ്മുടെ ടീമിൽ നിന്ന് ഒരാളെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നമ്മളെ ഫ്രം ഹിസ്റ്ററി പുള്ളിക്ക് അറിയായിരിക്കും. അതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. അത് ആറ്റിറ്റ്യൂഡും അത് കാര്യങ്ങൾ പഠിക്കാനും മാനേജ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അത് കൊടുക്കുക. ചിലപ്പോൾ പുള്ളി ജോലി ചെയ്യാൻ നല്ല ആളായിരിക്കും, നല്ല വർക്ക് ചെയ്യും, നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കും, പക്ഷെ മാനേജ്മെൻറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ വീക്കായിരിക്കും. അതും നോക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഈഗോ ക്ലാഷ് വരാൻ ചാൻസ് ഉണ്ട്. എല്ലാ കമ്പനികളിലും പറ്റുന്നൊരു സംഭവമാണ്. വർക്ക് ചെയ്യുന്ന ആളിനേക്കാളും
അവന് ഈ പൊസിഷൻ കിട്ടിയെന്നുള്ളൊരു ഈഗോ ക്ലാഷ് വരാം. അപ്പോൾ നമ്മളത് പ്യൂർലി ക്ലാരിറ്റിയിൽ എല്ലായിടത്തും പറയാം, പുള്ളിക്കാണ് മാനേജ്മെൻറ്റ് സ്കില്ല് കൂടുതൽ. അതുകൊണ്ടാണ് പുള്ളി മാനേജർ ലെവലിലോട്ട് പുഷ് ആവുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ. ഓക്കെ ഓക്കെ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈഗോയെ മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി കൊടുത്ത് തന്നെ പോവാം. ഓക്കെ, അത് ശരിയാണ്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ പറയുന്നെങ്കിലും ഇതിനകത്ത് ഫണ്ട് എന്ന് പറയുന്ന വലിയൊരു ഒരു കാര്യമുണ്ട്. അതെ അതെ. ഇപ്പോൾ ടീം പ്ലെയേഴ്സിനെ കൊണ്ട് വരണം, അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ഫണ്ടിൻ്റെ ഒരു വലിയൊരു ആവശ്യമാണ്. ഇപ്പോൾ ഇനിഷ്യൽ ടൈമിലൊക്കെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കൊരു ബൂട്ട് സ്ട്രാപ്പ് ചെയ്ത് പോകുന്നതിന് വലിയ ലിമിറ്റേഷൻ ഉണ്ട്. അതെ, ബൂട്ട് സ്ട്രാപ്പ് എപ്പോഴും നടക്കില്ല. നമ്മൾ ഒരു മാർക്കറ്റിൽ നിൽക്കുമ്പോൾ നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് നല്ല ലെവൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ എത്ര ബെസ്റ്റ് ആണെങ്കിലും ചിലപ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് താന്നു പോയാൽ നമ്മൾ താന്നു. അപ്പോൾ ഏറ്റവും പുതിയ നല്ല ടാലൻസിനെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഫണ്ട് വേണം. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 1 year ഫണ്ടെങ്കിലും നമ്മളുടെ കയ്യിലുണ്ടെങ്കിലല്ലേ 6 month മിനിമം ബാക്കപ്പ് വേണം. അത് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചൊരു സംഭവമാണ്. ഇപ്പോൾ ഈ ഫണ്ട് മാനേജ്മെൻറ്റ് ഇപ്പോൾ ആസ് ഒരു ഫൗണ്ടർ ഇപ്പം ഞാൻ ഒരുപാട് അത് ഫേസ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് എന്ത് വന്നാലും നമ്മൾ ഒരു മാസത്തെ ഫസ്റ്റ് 5th മുമ്പ് നമുക്ക് ആ മാസത്തെ കംപ്ലീറ്റ് ഫണ്ട് നമ്മളതിൽ വേണം. അല്ലെങ്കിൽ നമ്മളുടെ കംപ്ലീറ്റ് പാറ്റേൺ തെറ്റിപ്പോവും, നമ്മൾ കംപ്ലീറ്റ് സ്ട്രെസ് ആവും, ആ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് മീൻസ് ഇപ്പോൾ നമുക്കൊന്ന് ബിസിനസ് തുടങ്ങി ഒരാൾ, ഓക്കെ, അത് അറേഞ്ച് ചെയ്ത് ഫണ്ട് ബിസിനസ് തുടങ്ങി ഒന്ന് സ്കെയിലായി, ആളുടെ ബിസിനസ് ഒന്ന് കയറി വരെയാണ്. പിന്നീട് ഈ ഫണ്ട് എത്ര മാസത്തെ ഫണ്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണം, അതെങ്ങനെ നമുക്ക് സ്കെയിൽ ചെയ്തെടുക്കാം? ഓരോ എംപ്ലോയി ഹയർ ചെയ്യുന്നത് അവരുടെ 6 months സാലറി നമ്മൾ ബാക്കപ്പ് ചെയ്യണമെന്നാണ്. എനിക്ക് ഏറ്റവും പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് ഈ സാലറി ഡിലേ ആയിട്ടുണ്ട്, ബൂട്ട് സ്ട്രാപ്പ് ആയതുകൊണ്ട്. എൻ്റെ ഏറ്റവും കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് പോയത് ഈ സാലറി ഡിലേ എന്നുള്ളൊരു ഇഷ്യൂവിലാണ് പോയിട്ടുള്ളത്. ഞാൻ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാരെ ഹയർ ചെയ്യുമ്പോഴും 6 month അവരുടെ സാലറി ബാക്കപ്പ് ചെയ്ത് റിസർവ് ഫണ്ടിലോട്ട് മാറ്റുക. അതാകുമ്പോൾ നമുക്കൊരു 2 years സുഖമായിട്ട് റൺ ചെയ്യാം. നമുക്ക് എങ്ങനെയാണോ സ്കെയിൽ ചെയ്യാൻ നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമുക്ക് പുതിയ കാര്യങ്ങൾ കാരണം നമുക്ക് ഈ ടെൻഷൻസിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് വേറെ എന്ത് ടെൻഷൻസ് ഉണ്ടെങ്കിൽ 6 month ബാക്കപ്പ് ഉണ്ടെങ്കിൽ എങ്ങനെയാലും 3 year എന്തായാലും അത് റോളായി പോകും ഉറപ്പായിട്ടും. പറഞ്ഞാൽ നമുക്കൊരു 3 month കൊണ്ട് ആള് നമ്മളുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ, നമ്മുടെ വിഷനായിട്ട് മാച്ച് ആവുന്നുണ്ടോ, പുള്ളി നമ്മളെ ഓർഗനൈസേഷനായിട്ട് സെറ്റ് ആവുന്നുണ്ടോന്ന് അറിയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴേ നമുക്ക് കാര്യം പറഞ്ഞിട്ട് റീപ്ലേസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അത് ബാക്കപ്പ് ഉണ്ടെങ്കിൽ നമുക്കും ചിന്തിക്കാൻ പറ്റുമല്ലോ പുതിയ ഇന്നോവേഷൻസ് എങ്ങനെ നമ്മൾ ഓർഗനൈസേഷൻ കൊണ്ടുവരാം, പുതിയ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ലോകത്തുള്ള ടെൻഷൻസിലുള്ള ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ടെൻഷൻ. അതെ. ഈ എംപ്ലോയീസ് സംഭവം അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അവർക്ക് 1ാം സാലറി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ അതിനാണ് വരുന്നത്. അവരുടെ എയിം എന്ന് പറയുന്നത് അതാണ്. അത് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അത് നമ്മൾ ലാഗായാലും നമ്മുടെ ഫെയിലിയർ തന്നെയാണ്. ഞാൻ ഫെയിൽ ആയിട്ടുണ്ട്. അതിനൊരു സൊല്യൂഷൻ വലിയൊരു സ്ട്രെസ്സാണ് ആ സമയത്ത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്, ഉള്ള ടെൻഷനിൽ ഏറ്റവും വലിയ ടെൻഷൻ ഫിനാൻഷ്യൽ ടെൻഷൻ. അതിപ്പോൾ നമ്മൾ പേഴ്സണൽ ആണെങ്കിലും ഈവൻ കമ്പനി നിൽക്കുമ്പോൾ നമ്മൾ പേഴ്സണൽ ആണെങ്കിൽ ഒരാൾക്ക് പൈസ കൊടുക്കേണ്ട, അത് നമ്മളെ മാത്രം ടെൻഷനുള്ളൂ. കമ്പനി വരുമ്പോൾ അത് ഭീകരമായിട്ട് അവരുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. എല്ലാവരെയും പോയിന്റ് ഔട്ട് ചെയ്യുന്നത് നമ്മളായിരിക്കും. കാരണം ആ ഒരു ഫണ്ട് റിലീസ് ചെയ്യാന്നുള്ള നമ്മളുടെ അന്നത്തെ ഒരു വലിയൊരു ടെൻഷനാണ്. അങ്ങനെ ആ ഒരു ഇതില്ലാന്നുണ്ടെങ്കിൽ ഹയർ ചെയ്തതെന്ന് തന്നെയാണ്. അതിൽ ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നവർക്കും അങ്ങനെ ഇപ്പോൾ അവർക്ക് ഈ ഫിനാൻഷ്യൽ ടെൻഷൻസ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അത് അവർക്കും ഈ ബിസിനസ് എലിജിബിലിറ്റി ഇല്ലാന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. നമുക്ക് അതിന് മാനേജ് ചെയ്ത് പോകാം. ഈ ഫിനാൻസിന്റെ ടെൻഷൻ വേറെ ഏത് ടെൻഷൻ ആണെങ്കിലും നമുക്കത് ഫിനാൻസ് ഉണ്ടെങ്കിൽ അവിടെ അത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. നമുക്ക് വലിയ ഹെൽത്തിൻ്റെ ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ട്, ഒരു 98% അത് ഫിനാൻസുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അത് സംഭവം അത് എനിക്ക് പറയാനുള്ള എൻ്റെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മളോട് ഉണ്ടാവും. അതെ, അത് ഞാൻ പറഞ്ഞില്ല, നമുക്ക് സ്കെയിലപ്പ് ചെയ്ത് മറ്റേ ഫണ്ട് കോൺഫ്ലിക്റ്റ് വന്ന് ആ ബിസിനസ് ഫുള്ള് പോയി. അതിനുശേഷം ഞങ്ങൾ പിന്നെയും റീസെറ്റ് ചെയ്ത് ഞാൻ ഫ്രീലാൻസ് ആയിട്ട് കൺസൾട്ടൻസിക്കെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ തന്നെ തിരിച്ച് കയറി വന്നിട്ട് അതെല്ലാം ബാക്കപ്പ് ചെയ്ത് സെറ്റായി. എനിക്ക് വലിയ ലോസൊന്നും വന്നില്ല. അന്ന് ഫണ്ട് ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാം സെറ്റിലായിപ്പോയി. അതുകൊണ്ട് ഞങ്ങളൊരു കോളേജ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വേറെ കുറച്ച് പാർട്ട്നേഴ്സ് ചേർന്നിട്ട്.
ആ ടൈമിൽ ഞങ്ങൾ പറഞ്ഞ ഉള്ള പൈസ എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടാണ് കോളേജ് പർച്ചേസ് എന്ത് ചെയ്തത്. പഠിപ്പിക്കുന്ന കോളേജാണ്? നഴ്സിംഗ് കോളേജ് ഓക്കെ. നഴ്സിംഗ് കോളേജ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ തന്നെ? ബാംഗ്ലൂർ തന്നെ. ആ. ആ ടൈമിൽ ഇതിന് സെയിം ഞങ്ങൾ പർച്ചേസ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്ത് അഡ്മിഷൻ ചെയ്ത് ഫണ്ട് തിരിച്ചു കൊടുക്കാം, ഓക്കെ. അതായിരുന്നു പ്ലാൻ. ആ ടൈമിൽ തന്നെ ഒരു അഫിലിയേഷൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വർഷം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ഓക്കെ. അപ്പോൾ അതിൽ പിന്നെ കുറച്ച് വേറെ ഇഷ്യൂസൊക്കെ ആയി. മൊത്തത്തിൽ ഗ്രൗണ്ട് സീറോയിലോട്ട് പോയി. സീറോയിലെ മൈനസായി. ഓക്കെ. അപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത്, പൈസ തന്നെയാണ് എല്ലാം. നമ്മളവിടെ ആരൊക്കെ ഉണ്ടാവും? ആരൊക്കെ ഉണ്ടാവും. ഇപ്പം എത്ര വലിയ ചങ്കെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് തീർച്ചയായും പൈസയുടെ കാര്യം വരുമ്പോൾ അവിടെ വേറെ ഇതൊന്നുമില്ല. മേ ബി നമ്മളെ പേരൻസും നമ്മുടെ സിബ്ലിങ്സും നമ്മളവിടെ നിൽക്കുമായിരിക്കും. അതെ, അവർ ഒരു ടൈം വരെയൊക്കെ മേ ബി സിബ്ലിങ്സ് ഒക്കെ നിൽക്കും. പേരൻസ് ചിലപ്പോൾ നമ്മളവിടെ നിൽക്കും. പാരൻസ് എന്തായാലും ഉണ്ടാവും, പാരൻസും ഫാമിലി എന്തായാലും ഉണ്ടാവും. സ്പൗസ് ആരെങ്കിലും അത് നമ്മൾ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ആയിരിക്കും സ്പൗസ് ഒക്കെ നിൽക്കുന്നത്. ബട്ട് അതില്ലെങ്കിൽ എല്ലാവരും നമ്മൾ വിട്ടുപോകും. മൈനസ് നമ്മൾ റിലേ വിട്ടു പോയൊരു ടൈമായിരുന്നു അത്. പക്ഷെ കൂടെ നിന്ന ആൾക്കാരുണ്ട്, സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് ഭീകരമായിട്ട്. അപ്പോൾ അന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഈ സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ നമുക്ക് പറഞ്ഞാൽ നമ്മൾ ഒന്നും ഉണ്ടായിരുന്ന ടൈമിൽ പോലും നമ്മളൊന്നും വലുതായിട്ട് മൈൻഡ് ചെയ്യാത്ത ആൾക്കാരായിരുന്നു. അപ്പോൾ അത് നമുക്കൊരു ഇത് വരുമ്പോഴേ നമുക്ക് അത് മനസ്സിലാവത്തുള്ളൂ. നമ്മൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാരൊക്കെ നമ്മുടെ പുറകെ നിന്ന് കുത്തുകയെന്ന് പറയുന്നത് ഒരു വലിയൊരു ട്രോമറ്റൈസ് ആകുന്നൊരു ഫീലിംഗ് ആയിരുന്നത്. അതിനുശേഷം ഞാൻ അത് എല്ലാം ടേക്ക് ഓവർ ചെയ്ത് സെറ്റ് ചെയ്ത് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഒരു വലിയൊരു ഓഫീസൊക്കെ ഇട്ട്. ഓഫീസൊക്കെ ഇട്ടപ്പോഴാണ് കൊറോണ വന്നത്. കോവിഡ് വന്ന് അതും ക്ലോസ് ചെയ്തു. അത് 20 ലാഖോളം ഓഫീസിന് മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേതിന്ന് നഷ്ടപ്പെട്ടതെന്ന് തിരിച്ച് കയറി റീസെറ്റ് ആവാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തപ്പോഴാണ് കോവിഡ് വന്നത്. കോവിഡ് വന്നപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് എല്ലാം ഷട്ട് ഡൗണായി, സീറോയിൽ എത്തി. പിന്നെ ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് സ്കെയിലപ്പ് ചെയ്തതാണ്. കോവിഡ് വന്നപ്പോഴാണ് ആർട്സോമി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. എൻ്റെ എല്ലാ ബിസിനസ്സും സ്റ്റോപ്പായി. ഒന്നും നടക്കത്തില്ല, അഡ്മിഷൻ നടക്കത്തില്ല, വേറെ ഒരു പരിപാടിയും നടക്കത്തില്ല, വീട്ടിൽ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട് നീ ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ ഈ കൺസൾട്ടൻ്റ് ഉണ്ടായിരുന്ന ടൈമിൽ ഞങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ ചെയ്യുമായിരുന്നു. പറഞ്ഞാൽ ക്ലയൻസിനെ എടുത്തിട്ടല്ല, നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ വേറെ എന്താ റവന്യൂ ഒന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇതെൻ്റെ സ്കില്ലല്ലേ, ഇതിലൊന്ന് പറ്റി നോക്കാം. മാർക്കറ്റിംഗ് അങ്ങനെയാണ് ആർട്സോമി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് അന്ന് അറിയാം, നമുക്ക് പണ്ടേ പണി കിട്ടിയിട്ടുള്ളതുകൊണ്ട് പേരൊക്കെ. അപ്പോൾ കുറേ ആലോചിച്ചിട്ടൊക്കെയാണ് ആർട്സോമി ആർട്സ് ആൻഡ് സോഷ്യൽ എന്ന് പറഞ്ഞിട്ട് ആർട്സോമി എന്നൊരു പേരിട്ടത്. അങ്ങനെയാണ് 2020 ആർട്സോമി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യം ഞാൻ സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ ഇരുന്ന് തന്നെ ഫേസ്ബുക്ക് ആഡൊക്കെ ചെയ്ത് ക്ലയൻറ്റിനെ അക്വയർ ചെയ്തിട്ട് വീട്ടിൽ സ്വന്തമായിട്ട് തന്നെയായിരുന്നു പരിപാടി. അന്ന് നമുക്ക് ഈസി ആയിരുന്നല്ലോ. പിന്നെ അന്ന് കുറേ ഫ്രീലാൻസ് നെറ്റ്വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു. അന്ന് ഡിസൈനിങ് ആയിരുന്നു കോർ ഫോക്കസ്, ഗ്രാഫിക് ഡിസൈനിങ്. നമുക്ക് ലോഗോ ക്രിയേഷനും പിന്നെ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ കോറായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴല്ലേ വീഡിയോ പ്രൊഡക്ഷനിലോട്ട് ഇപ്പൊ ഇനി വന്നിരിക്കുമ്പോ ഇപ്പൊ ആർട്സോമി ഇപ്പൊ നല്ലൊരു ലെവലിലോട്ട് എത്തി ആയല്ലോ. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ സ്ട്രെസ്സുകൾ വരാറുണ്ടോ? ഇപ്പൊ ഇതിന്റെ ഫിനാൻഷ്യൽ ഉണ്ടല്ലോ, അതെങ്ങനെ ഇപ്പൊ ഹാൻഡിൽ ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് അത് അറിയാൻ പറ്റുമല്ലോ. യൂസ്ഡ് അല്ല, നമുക്കത് ഡാറ്റ ഞങ്ങൾ ഫുള്ളി ഡാറ്റ പ്രൊജക്ഷൻ മോഡലിലോട്ട് മാറിയാണ്. നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ഇനി എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര റവന്യൂ നമുക്ക് ഇനി കിട്ടാനുണ്ട്. എനിക്ക് ആർട്സോമിയിൽ ഏറ്റവും പറ്റിയ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാലറി ഡിലേ ആയതിൻ്റെ പ്രശ്നങ്ങൾ. അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ക്ലയൻസിൻ്റെ പേയ്മെൻറ്റിൻ്റെ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കും, പൈസ കിട്ടത്തില്ല. പേയ്മെൻറ്റ് കിട്ടാതെ വരുമ്പോഴും ഓട്ടോമാറ്റിക്കലി ഇവിടെ ഡിലേ ആവും. ഫ്രീലാൻസേഴ്സിന് ഫണ്ട് കൊടുക്കണം,
അവരിതെല്ലാം ഇത് എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ലേ നിൽക്കുന്നത്. നമുക്ക് അത് അവർക്ക് അറിയേണ്ട കാര്യമില്ല സത്യം പറഞ്ഞാൽ. വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. അത് അവർ വെറുതെ ഇരുന്നാലും ഇരുന്നില്ലെങ്കിലും നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ കൊടുത്തു തന്നെ. അതാണ് ഒരു ബിസിനസ്സിൻ്റെ മാന്യത എന്ന് പറയുന്നത്. ചിലരൊക്കെ ആ ഒരു പണിയെടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് അവർ എംപ്ലോയി ആയിട്ടുണ്ടോ നിങ്ങൾ കൊടുത്തിരിക്കണം. പണി ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് അതൊക്കെ നമ്മുടെ പ്രശ്നമാണ്. അതെ, നമ്മളല്ലേ എംപ്ലോയിയുടെ പ്രശ്നമല്ല. പണിയില്ലെന്ന് പറയണമെങ്കിൽ അത് നമുക്ക് പണിയില്ലാത്തതുകൊണ്ട്. അതെ, അവരവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കുക. വെറുതെ ഇരുന്നായാലും നമ്മളത് അത് തന്നെയാണ് റൈറ്റ് ആയിട്ടുള്ള കാര്യം. അത് കുറേ പേര് അത് എന്താ പറയാ, ഇപ്പൊ അവരുടെ ബിസിനസ് ഒരിക്കലും കൊടുക്കാറില്ല. ചിലപ്പോൾ ലേറ്റ് ആയാലും നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് അവരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പം എൻ്റെ കയ്യിലില്ല, ഞാൻ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ തരാം, അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോൾ തരാം. ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതൊരു ഇഷ്യൂ വരും. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നായിരുന്നു, അതുകൊണ്ടാണ് ഡിലേ വന്നത്, ഞാനത് തരാം. എന്നിട്ട് കൊടുക്കണം, കൊടുക്കാതിരിക്കരുത്, ഫോൺ എടുക്കാതിരിക്കരുത്. ഫാമിലിയൊക്കെ സപ്പോർട്ടാണോ ഈ ഒരു സ്ട്രഗിൾ സ്റ്റേജൊക്കെ വന്ന സമയത്തല്ല? സ്ട്രഗിൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതൊന്നും ഫാമിലി അറിയിച്ചിട്ടില്ല. അത് ഒരു ബിസിനസ് എന്ന് പറയുന്നത്, ബിസിനസ്സിൻ്റെ ഫണ്ട് ഞാൻ പണ്ടേ അത് പഠിച്ചിട്ടുള്ളത് കൊണ്ട് ബിസിനസ്സിൻ്റെ ഫണ്ട് ബിസിനസ്സിന് തന്നെ ഇട്ടിട്ടുണ്ട്. ഞാനൊരു സാലറി വെച്ചിട്ട് ഇത്ര പെർസെൻറ്റേജ് തന്നെയാണ് ഫാമിലിക്ക് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് അവർക്കറിയാവുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എത്ര സ്കെയിലപ്പ് ചെയ്തിട്ടുണ്ടോ, എത്ര റവന്യൂ ഇവിടെ വരുന്നുണ്ടെന്നൊന്നും ആരും ചോദിച്ചിട്ടില്ല. അത് എന്താണെന്നറിയില്ല, അവരെൻ്റെ പാഷൻ പ്രഷർ ചെയ്തിട്ടില്ല, ഗൾഫിൽ പോകുമെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ ഒന്നുമില്ലാതെ വീട്ടിൽ മിക്കവർക്കും അത് കിട്ടാത്തതും അതാണ്. ഒരു സപ്പോർട്ടീവായിട്ടൊരു ഫാമിലി ഇല്ലെങ്കിൽ ഈ കാര്യം അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഓൺട്രപ്രണർഷിപ്പിലോട്ട് ഇറങ്ങാൻ പറ്റില്ല, ബിസിനസ് ചെയ്യാൻ പറ്റില്ല, അവിടെ ഫെയിലായി പോകും. കാരണം ഏറ്റവും വലിയ പ്രഷർ അവിടെ നിന്ന് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവർക്ക് പേടിയല്ലേ. അതെ അതെ അതെ. അപ്പോൾ പറഞ്ഞാൽ അവർക്ക് എപ്പോഴും സ്നേഹം കൊണ്ടായിരിക്കും അവർ പറയുന്നത്. ഒരിക്കലും നമ്മൾ ഇതാകാൻ വേണ്ടിയിട്ട് പാരൻസ് പറയത്തില്ല. അത് മക്കളായ നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ടെൻഷൻ പേടിയും കാരണം കൊണ്ടാണ് അവർ. അപ്പോൾ ഓപ്പണായിട്ട് അവരുടെ അടുത്ത് തിരിച്ച് എൻ്റെ പ്ലാൻ ഇതാണ്, ഞാൻ ചിലപ്പോൾ ഇത്ര നാൾ ജോലി ഇല്ലാതെ വീട്ടിൽ നിൽക്കും, അപ്പോൾ നിങ്ങളത് ടേക്ക് പറയണം, എന്നെ പ്രഷർ ചെയ്തത് ഞാനിത് സെറ്റാവുമെന്ന് ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അവിടെ തീരും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ റിപ്പീറ്റിൽ ലൂപ്പ് അടിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് പ്രഷറാവും, നമ്മൾ അവരുടെ ദേഷ്യപ്പെടും. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമാണത്. അതവിടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാൻ എന്താണെന്ന് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്ലിയർ ആവും. ഓക്കെ, അല്ല പാരൻസ് അല്ലാതെ ഇപ്പോൾ ഒരു മാരേജിലോട്ട് പോകുമ്പോൾ തന്നെ ഇതൊരു ഇഷ്യൂ അല്ലേ? ഇപ്പം അതെ, ഇപ്പം നമ്മൾ ബിസിനസ് ഒരു സപ്പോർട്ട് ചെയ്യുന്ന ആളില്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പാരൻസ് നമ്മൾ ഒരു സമയം വരെ അല്ലേ അവർ നമ്മളെ നിൽക്കുന്നു, ബാക്കി അവർ നമ്മൾ എന്ത് ചെയ്താലും അവർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടെന്ന് അവർ ചിന്തിക്കും. പെണ്ണ് കാണുമ്പോൾ തന്നെ ഞാൻ ബിസിനസ്സാണ്, ചിലപ്പോൾ ഞാൻ രക്ഷപ്പെടും, ചിലപ്പോൾ കഞ്ഞി പിടിച്ചേ പോകാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ്, ചിലപ്പോൾ ട്രാവലിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ എപ്പോഴും 9 to 5 ജോബ് എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കരുത് എന്നുള്ളത് ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആദ്യമേ പോയത് കൊണ്ട് എനിക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഹാപ്പി ആയിട്ട്. തിരുവനന്തപുരം ആ ഏരിയ ഉണ്ടല്ലോ, നമ്മൾ ഈ സൗത്ത് കേരള ബിസിനസ് സപ്പോർട്ടീവ് സ്ഥലമല്ല. അവിടെ ഒരാൾക്ക് ഇങ്ങനെ സപ്പോർട്ടീവായിട്ട് ആളെ കിട്ടിയ വലിയ ഭാഗ്യം. അതൊക്കെയാണ് എൻ്റെ ഒരു വലിയൊരു അസറ്റെന്ന് പറയുന്നത്. ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിൽ കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ എംപ്ലോയീസിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഈ എംപ്ലോയീസിൻ്റെ നമ്മൾ അവർക്ക് പ്യുവർ ക്ലാരിറ്റി കൊടുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ മാക്സിമം അവരെ പഠിപ്പിക്കുക ഉള്ള സംഭവങ്ങൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അവരെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ റിസൾട്ട് കൊണ്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ പണ്ടത്തെ മൈൻഡ് സെറ്റ് അല്ല, ഒരു ബോസ് എംപ്ലോയി മൈൻഡ് സെറ്റിൽ ഇനി എന്തായാലും നിങ്ങൾ ബിസിനസ്സിന് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്നത് തന്നെ നല്ലത്. കാരണം ഇപ്പോൾ ഉള്ള ആളുകൾക്ക് ഓപ്ഷൻസ് കൂടുതലാണ്. പണ്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ജോലി നീഡായിരുന്നു. അപ്പോൾ അങ്ങനെയല്ല. ഇന്ന്
അവർക്ക് പല ഇപ്പോൾ സ്കില്ലുള്ള ആളാണെങ്കിൽ അതെ, പറയാൻ അതെ. വേണ്ട, അവർക്ക് അതെ. എത്രയോ ഓപ്ഷൻസ് ഉണ്ട്. ഫ്രീലാൻസ് ചെയ്യാമല്ലോ. അതെ അതെ തീർച്ചയായും. പ്രത്യേകിച്ച് മാർക്കറ്റിംഗ്, ക്രിയേറ്റീവ് മാർക്കറ്റിംഗ് ഫീൽഡിൽ. ഉള്ളവരൊക്കെ നമ്മൾ പിടിച്ച് നിർത്തണ തന്നെ സീനിയർ അതെ, അതെ, ലെവലിലൊക്കെ അതെ, വലിയ പാടുപെട്ടാണ് പിടിച്ച് അതെ, നിർത്തുന്നത്. അതെ, അത് അതെ, ബേസ് സാലറി പ്ലസ് ഇൻസെൻറ്റീവ്സ്, പിന്നെ അവർക്കുള്ള കംപ്ലീറ്റ് ആയിട്ട് അതെ, അലവൻസ് അതെ, അതെ. എല്ലാം കൊടുത്താണ് നമ്മൾ പിടിച്ച് നിർത്തുന്നത് തന്നെ. അത് അത് അവർക്ക് ടാലൻറ്റ്, അതാണ് ഒരു അതെ. സ്കില്ലിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കില്ലായിട്ടുള്ള ഒരാളെ കിട്ടാൻ അതെ. നമുക്ക് ഭയങ്കര ഇതാണ്, ഈ ബുദ്ധിമുട്ടാണ്. ടാലന്റും സ്കില്ലും രണ്ടും രണ്ടാണ് അതെ സത്യം അതെ. പറഞ്ഞാൽ. ഉം. അത് സ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഉം. അപ്പോൾ നമുക്ക് ഈ എഡ്യൂക്കേഷനിൽ വന്നുകൊണ്ട് എനിക്ക് ഏറ്റവും മനസ്സിലായ അത് സംഭവമാണ് വേറൊരു കാര്യമുണ്ട് ഇവിടെ അതിൽ നമ്മളിപ്പോൾ. പഠിക്കാൻ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. എൻ്റെ അടുത്തിരിക്കുന്ന ചിലപ്പോൾ ടാലൻ്റ് ആയിട്ടുള്ള ഉം. ആളായിരിക്കും. ഉം. ഞാൻ പഠിച്ചാലേ എനിക്ക് സ്കില്ല് കിട്ടുള്ളൂ. ഉം. മറ്റവനായിട്ട് നല്ല രീതിക്ക് കുഴപ്പം കൂടെ ഇരിക്കുന്നവൻ. പക്ഷേ ലൈഫിൽ അവൻ രക്ഷപ്പെട്ടു പോകും പെട്ടെന്ന്. അതെ അതെ അതെ. നമ്മളൊരു കോഴ്സിന് പഠിക്കാൻ ചെല്ലുമ്പോൾ കോഴ്സ് പഠിക്കുന്ന ടൈമിൽ മാക്സിമം അവിടെ നിന്ന് ലേണിങ്, പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും രണ്ടായിട്ട് കൊണ്ടുപോകുക. പഠിക്കുന്ന ആ ഒരു കോഴ്സ് പഠിക്കുന്ന ടൈമിൽ ഉം. നമ്മൾ നല്ല രീതിയിൽ നോളജിൽ അക്വയർ ചെയ്ത് പോവുക. അത് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ അടിച്ചു പൊളിക്കുക. അതെ. ആ രീതിയിൽ മൈൻഡ് സെറ്റിൽ നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി. ഓക്കെ ഓക്കെ. അല്ല നമ്മൾ കോഴ്സിന് കയറി ഇരുന്ന് അവിടെ ഒരു നിലമുണ്ടാക്കാൻ നോക്കിയാൽ അത് പാടാണ്. അപ്പുറത്തിരിക്കുന്ന ആൾ അതെ. രക്ഷപ്പെട്ടു പോകും. നമ്മുടെ ലൈഫിൽ അത് ഹസൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് അനുഭവം. അതെ അതെ. ഞാൻ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഉള്ളത് കൊണ്ട് ഓക്കെ ഓക്കെ. പിന്നെ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ അതെ. എൻ്റെ ലൈഫ് സ്റ്റോറിയും വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ ഓക്കെ. എൻ്റെ നഴ്സിംഗ് പഠിച്ച എൻ്റെ കൂടെയുള്ള എല്ലാവരും എംബ്രോഡാണ്. ഞാൻ മാത്രമാണ് നാട്ടിൽ നിൽക്കുന്നത്. പക്ഷേ എനിക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പലരും ബന്ധുക്കളൊക്കെ ചോദിക്കും, നഴ്സിംഗ് അല്ലേ പഠിച്ചത്, എന്തുകൊണ്ട് ഗൾഫിൽ പോയില്ല? എനിക്ക് ആ സാലറി ഇവിടെ കിട്ടുന്നുണ്ട്. ഹസൻ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരു ടാക്സ് സിസ്റ്റമാണ്. ഇപ്പോൾ ഹസൻ ഇപ്പോൾ ഇത്രയും റവന്യൂ ഇവിടെ ഇതിനകത്ത് ഇപ്പം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഹസൻ റൺ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ടാക്സ് സിസ്റ്റത്തിനെ കുറിച്ച് ഒരു എന്താണ് ഇപ്പം, അത് ബെനിഫിറ്റ് ആണോ, ഹസൻ ചെയ്യുന്ന ബിസിനസ് ബെനിഫിറ്റ് ആണോ, അതോ അത് ഒരു ബർഡൻ ആണോ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. ആക്ച്വലി ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നമുക്ക് ഇപ്പോൾ GST അല്ലേ, ഈ GST എന്ന് കേൾക്കുന്നതേ ആൾക്കാർക്ക് എന്തോ ഒരു ഇതുപോലെയാണ്. മാത്രമല്ല GST നമ്മുടെ ആനുവൽ കംപ്ലയൻസസും ഒക്കെ നമുക്ക് ഇന്ത്യ വെച്ച് നോക്കിയിട്ട് 25% ആണ് കോർപ്പറേറ്റ് ടാക്സ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള കൺട്രീസ് വെച്ച് നോക്കുകയാണെങ്കിൽ കൂടുതലാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ നെക്സ്റ്റ് ഗവൺമെൻറ്റൊക്കെ വരുമ്പോഴിനി സ്റ്റാർട്ടപ്പുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യാം രീതിയിൽ ഒരു മാറ്റം വരുമെന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത്രയും ടാക്സ് അടയ്ക്കുന്നുണ്ട്, കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട്, തിരിച്ച് എത്രത്തോളം നമുക്കത് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക്. ഒരു 1 കോടി രൂപ നമുക്ക് ഒരു ആനുവൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു 25% ആണ് നമ്മുടെ മാർജിൻ എങ്കിൽ 25 lakhs ആണ് നമ്മുടെ മാർജിൻ എങ്കിൽ അതൊരു ഓൾമോസ്റ്റ് ഒരു 25 ആണെങ്കിൽ 25% ആണ് നമ്മുടെ കോർപ്പറേറ്റ് ടാക്സ്, 4% സെസ് എല്ലാം കൂടെ ഒരു 25 lakhsന്റെ ഒരു 7 lakhsോളം ഗവൺമെന്റിന് പോകും. 7-8 lakhs. ഓക്കെ. അപ്പൊ അത് ഇത്തിരി കൂടുതലാണോ? അത് കുറച്ച് സത്യം പറഞ്ഞാൽ കുറച്ച് കൂടുതലാണ്. ഹൈ വോളിയം ഒക്കെ ചെയ്യുമ്പോൾ കൂടുതലാണ്. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ടാക്സ് വെട്ടിപ്പ് നടത്തുന്ന ആൾക്കാരുണ്ട്, ഇതിൽ കള്ളത്തരം കാണിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുമായിട്ട് കോമ്പറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ ലോസ് എന്നുള്ള രീതിയിൽ സത്യം പറഞ്ഞാൽ വരുന്നത്. നമുക്ക് ഈ ടാക്സേഷൻ ഫസ്റ്റ് വരുന്ന ആൾക്കാർക്ക് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഇപ്പോൾ ചെറിയ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ പേഴ്സണൽ അക്കൗണ്ടുകളൊക്കെ ആയിരിക്കും യൂസ് ചെയ്ത് വരുന്നത്. അത് മെയിനായിട്ട് കാണുന്ന ഒരു എന്താ മിസ്റ്റേക്കാണ് സേവിങ്സ് അക്കൗണ്ടിൽ പേയ്മെൻറ്റ് വാങ്ങാന്നുള്ളത്. അത് ഫസ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്യണം. ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഒക്കെ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് അത് കൂടെ ട്രാൻസാക്ഷൻ ചെയ്യാവുള്ളൂ. നമുക്ക് ഈ ടാക്സിനേക്കാളും എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ കംപ്ലൈൻസിന് വരുന്ന പെനാൽറ്റികളൊക്കെയാണ്. ബാക്കിയുള്ള കൺട്രീസിനാണെങ്കിൽ നമുക്കത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ഇവിടുത്തെ കംപ്ലൈൻസ് എന്ന് പറയുന്നത് പെനാൽറ്റി ഹൈ ആണ്. ടാക്സ് പിന്നെ നമുക്ക് പേ ചെയ്തിട്ട് മാനേജ് ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു ഫയലിങ്ങിൽ വരുന്ന പെനാൽറ്റി GST ഒക്കെ നമ്മളിപ്പോൾ മന്ത്ലി ഫയൽ ചെയ്തില്ലെങ്കിൽ പെർ ഡേ 25 rupees വെച്ചാണ്. പ്രൈവറ്റ് ലിമിറ്റഡ് വരുമ്പോൾ ഭീകര ഫൈനാണ് വരുന്നത്.
ചില 5 lakh അടിച്ചു വരും ഫൈൻ. അപ്പോൾ അതൊരു നമുക്ക് ഇപ്പോൾ ഈ ബിസിനസ്സിലോട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു പ്യുവർ ക്ലാരിറ്റി വേണം, എന്തിനാണ് ഈ ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളത്. അതിനനുസരിച്ച് നമ്മൾ ബിസിനസ്സിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാവത്തുള്ളൂ. നമുക്കിപ്പോൾ ചെറിയ സ്കെയിലിൽ ചെയ്യുന്നില്ല, ചെറിയ രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പം 2 പേരാണ് പാർട്ണർഷിപ്പ് ഡീഡ് പാർട്ണർഷിപ്പിലോട്ട് മൂവ് ചെയ്യാം. അതിൽ ടെസ്റ്റ് റൺ ചെയ്തിട്ട് നമ്മൾ സ്കെയിലപ്പ് സ്റ്റേജിൽ മാത്രമേ. അപ്പോൾ അത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് അങ്ങനെ ഈ സ്റ്റാർട്ട് ചെയ്യും, ഇ കോമേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഏത് ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ആദ്യം ഒരു വലിയ ഇതിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. ആദ്യം നിങ്ങളുടെ ബിസിനസ് ഒന്ന് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ഇപ്പം നിങ്ങൾ 2-3 ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾ തന്നെ തീരുമാനം എടുത്തിട്ട് ഒരു ഫ്രണ്ടിന്റെ പേരിൽ ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഒരു റിട്ടേൺ അഗ്രിമെന്റ് 200 rupees അഗ്രിമെന്റ് വയ്ക്കുക. നമ്മളൊരു 10 lakhs വരെ അല്ലെങ്കിൽ 5 lakhs റവന്യൂ വരെ നമ്മൾ പ്രൊപ്പറേറ്റർഷിപ്പിലായിരിക്കും പോകുന്നത്. അതിന് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു എൻറ്റിറ്റിയിലോട്ട് നമ്മൾ മാറും. അപ്പോൾ ഈ 5 lakhs ട്രാൻസാക്ഷൻ വരെ നമ്മൾ ഈ ബിസിനസ്സിന് വേണ്ടി ബിസിനസിന്റെ ഫണ്ടാണ് ഇത്. അതെന്ന് പറഞ്ഞാൽ അവർക്കൊരു നല്ലൊരു ടേം ബേസ്ഡ് ആയിട്ടൊരു എഗ്രിമെന്റ് വെച്ചിട്ട് ബിസിനസ് വാലിഡേറ്റ് ചെയ്യുക. ഒരു 5 lakhs ഒക്കെ റവന്യൂ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ അവർക്ക് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലോട്ടൊക്കെ പോയി ഒരു പ്രോപ്പർ രജിസ്ട്രേഷനിലോട്ട് മൂവ് ചെയ്യാം. ഇപ്പോൾ ഈ LLP പ്രൈവറ്റ് ലിമിറ്റഡിലോട്ട് പോകണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, നമുക്കൊരു പ്രോപ്പർ സിസ്റ്റം ആയി, നമുക്കൊരു അക്കൗണ്ടന്റ് ഉണ്ട്, ഒരു CA ഉണ്ട്, അങ്ങനെ ഉള്ള സ്റ്റേജിൽ മാത്രമേ നമ്മൾ LLPയും പ്രൈവറ്റ് ലിമിറ്റിലോട്ട് പോകാവുള്ളൂ. ഒരു സ്കെയിലിംഗ് സ്റ്റേജിലോട്ട് മാത്രം. അല്ലാതെ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പ്രൈവറ്റ് ലിമിറ്റഡ് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇതിന്റെ കോംപ്ലിക്കേഷനും ഫയലിംഗും ഇതിന്റെ ഫൈനുകളും അറിയാഞ്ഞിട്ടാണത്. അതൊരു CA കറക്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പോഴും അവരുടെ ചോദിക്കാനും പറഞ്ഞു കൊടുക്കാനും ചെയ്യാറില്ല നോർമലി. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രോപ്പർ കൺസൾട്ടേഷൻ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നമുക്ക് ഈ ബിസിനസ് സ്കെയിലിംഗ് സ്റ്റേജിൽ ആദ്യം എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, ഏത് രജിസ്ട്രേഷൻ ചെയ്യണം. പക്ക പ്ലാൻ ഉണ്ട്, മാർക്കറ്റ് വാലിഡേഷൻ ചെയ്ത സംഭവങ്ങളാണ്. ആദ്യമേ ഇനിഷ്യലി വെളിയിൽ നിന്ന് VC ഫണ്ടിങ്ങും ഫണ്ടേഴ്സൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് സേഫ്. അല്ല, നമ്മളൊരു ടെസ്റ്റിംഗ് ഫേസിലാണെന്നുണ്ടെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പ് പാർട്ണർഷിപ്പിൽ നിന്ന് പിന്നെ അത് സക്സസ് ആയി സിസ്റ്റം ബിൽഡ് ചെയ്തതിനു ശേഷം പ്രൈവറ്റ് ലിമിറ്റിലോട്ട് ഈ പാർട്ണർഷിപ്പ് പോകുന്നതിനേക്കാളും ആദ്യം പ്രൊപ്പറേറ്റർഷിപ്പ് നിന്ന് വാലിഡേറ്റ് ചെയ്തിട്ട് പാർട്ണർഷിപ്പിനെക്കാളും ഈ പ്രൈവറ്റ് ലിമിറ്റ് പോകുന്നതായിരിക്കും ബെറ്റർ. അത് നമുക്കൊരു സെൽഫ് ലയബിലിറ്റി അല്ലേ. പിന്നെ ഇന്നത്തെ പാർട്ണർഷിപ്പ് ഓൾമോസ്റ്റ് 5,000 പേപ്പർ തന്നെ കോസ്റ്റ്, അതിന്റെ ചാർജസ് എല്ലാം കൂടെ ഒരു 10,000 അതിനേക്കാളും ഒരു 25,000 കൊടുത്തിട്ട് നമുക്ക് മൂവ് ചെയ്യുന്നതാണ് ബെറ്റർ. പക്ഷെ പ്രൈവറ്റ് പോകുമ്പോൾ കറക്റ്റായിട്ട് അതിന്റെ സിസ്റ്റം പ്രോസസും കറക്റ്റ് പ്രോപ്പർ ഒരു CA എങ്കിലും ഗൈഡ് ചെയ്യാൻ നമുക്ക് ഫോളോ ചെയ്യുന്ന. കാരണം ഇന്ത്യയിലെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ UK ചെയ്യുമ്പോൾ UK നമുക്ക് ഈവൻ ദോ നമ്മളെ ടാക്സ് സിസ്റ്റം ഒക്കെ ഓൾമോസ്റ്റ് ഒരു ചെറിയ പെർസെൻറ്റേജ് ഒക്കെ മാറ്റേ ഉള്ളൂ. പക്ഷെ അവിടുത്തെ ഈ ഫയലിംഗ് സിസ്റ്റം ഒക്കെ നമുക്ക് ഈസിയാണ്, നമുക്ക് തന്നെ കയറി കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ നമുക്ക് ROC നമുക്ക് പറ്റില്ല. അതൊരു പ്രോപ്പർ ചാർട്ടേഡ് അക്കൗണ്ട് കൊണ്ടേ പറ്റും. ഇന്ത്യയിലെ സിസ്റ്റം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ പ്യൂർലി ഒരു നല്ലൊരു CA കൺസൾട്ട് ചെയ്ത് തന്നെ അത് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്കിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എനിക്ക് ഗൈഡ് ചെയ്യാനുള്ളത്, നിങ്ങൾ പ്യൂർലി ടാക്സും കാര്യങ്ങളൊക്കെ ഇന്ത്യയിലാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റൂളുകൾ നമ്മൾ പാലിച്ച് തന്നെ പോവുക എന്നുള്ളതാണ്. അത് കറക്റ്റ് ടാക്സ് അടച്ച് ടാക്സ് ഫയൽ ചെയ്ത് പോവുക. പക്ഷെ അതിനൊക്കെ നമുക്ക് ടാക്സ് സേവിങ്സ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് നല്ലൊരു CA കണ്ടുപിടിച്ചിട്ട് ആ ടാക്സ് എങ്ങനെയൊക്കെ സേവ് ചെയ്യാന്നുള്ള കൺസൾട്ടേഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് തന്നെ റൈറ്റായിട്ട് ചെയ്തു പോകാൻ പറ്റും. വൺസ് ഞാൻ അതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ടാക്സും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്ത് പോയാൽ മാത്രമേ സ്കെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിത് സക്സസ് ആയി ഒരു ഇതിലോട്ട് ഒരു 2 year കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 3 year കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു സ്കെയിലപ്പ് സ്റ്റേജിൽ ലോൺ എടുക്കണം, അല്ലെങ്കിൽ ഒരു ഫണ്ടിങ് വരും. ഈ ടാക്സിന്റെ ഡാറ്റ എന്തായാലും നോക്കും, അവരതാണ് നോക്കുന്നത്, പ്യൂറായിട്ട് നോക്കിയിട്ടേ നമുക്കൊരു ഫണ്ട് വരത്തുള്ളൂ. അതുവരെയുള്ള GST അതെ, 3 വർഷത്തെ ടേൺ ഓവർ എന്തൊക്കെയാണ് ആ ഒരു ട്രാക്ക് നോക്കിയിട്ട് നമുക്ക് ഫണ്ടിങ് വരത്തുള്ളൂ. അപ്പൊ ആദ്യമേ നമ്മൾ കളത്തിനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്യൂർലി അവിടെ വരാനുള്ള ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും നമുക്ക് ലോസ് ആവുന്നത്. ബിസിനസ്സിൽ ട്രസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ സൈഡിലും തീർച്ചയായും ഒരു മെയിൻ ഘടകം മാത്രമാണ്. പക്ഷെ ഗവൺമെന്റ് കൂടി ഇനി നമ്മൾ അതിന് സപ്പോർട്ടിങ് കുറെ കാര്യങ്ങൾ കൊണ്ടുവരണം. ഇപ്പോൾ മറ്റേ നമ്മുടെ വ്യവസായ വകുപ്പ് ഒക്കെ ഉണ്ടല്ലോ, അവർ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുതുതായിട്ട് വരുന്ന
അതെ അതെ ഓക്കെ ആൾക്കാർക്ക്. അതുപോലെ ഗവൺമെൻറ് സൈഡിൽ നിന്ന് പുതുതായിട്ട് വരുന്ന സ്റ്റാർട്ടപ്പുകളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു 1 വീക്ക് ക്ലാസ് ഇതെങ്ങനെ കറക്റ്റായിട്ട് ഓക്കെ രജിസ്ട്രേഷനും ഫയലിങ്സ് ഒക്കെ ചെയ്യണം, അതിന് ഗൈഡൻസ് കൊടുത്താൽ തന്നെ ഒരുവിധം അതെ തീർച്ചയായും അത് ഒരു എക്കോസിസ്റ്റം ഐഡിയ ക്ലിയർ ആവും. ഐഡിയ അതെ. പലർക്കും ഇല്ല അത്. ഇപ്പോ മിക്കവരും ഈ ഒരു GST എടുക്കണ തന്നെ അതൊരു വലിയൊരു അതെ, എന്തോ ഒരു വലിയ സംഭവം. അബദ്ധമല്ല, ഒരു ഭയങ്കര എന്താ പറയാ ഒരു ഇത് GST എടുക്കണോ അത് ചെയ്യണോ, അതെ, അതെ, GST എടുത്തിട്ട് GST എടുക്കാൻ നമുക്ക് സ്വയം തന്നെ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിട്ട് നമുക്ക് എടുക്കാന്നുള്ളത് അതെ, കാര്യം. അതെ, അതെ. ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ലോകത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഒരു ബിസിനസ് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുന്ന ഇന്ത്യയിലാണ്. ഇന്ത്യയിലാണ്. അതെ. ഇപ്പൊ UK പോവുകയാണെങ്കിൽ മിനിമം ഒരു 25,000 കോസ്റ്റ് നമുക്ക് ഇന്ത്യൻ റുപ്പീസിന്റെ ഉണ്ട്. UAE പോവുകയാണെങ്കിൽ അത് 3 ലക്ഷം രൂപയുടെ കോസ്റ്റ് അതെ. ഉണ്ട്. ഇപ്പൊ US ആണെങ്കിൽ പോലും ഏകദേശം 80,000 1 ലക്ഷം രൂപ അടുപ്പിച്ചുള്ള ഒരു കോസ്റ്റ് ഒരു ബിസിനസ് രജിസ്ട്രേഷൻ ചെയ്യാൻ ഉണ്ട്. ഇന്ത്യയിലാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് GST വെച്ച് എടുക്കാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ഇനി പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരടുത്തും പ്രോപ്പർലി ഫയലിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പോഴേ നമ്മൾ ചെയ്തു പോകും. AI കാലഘട്ടത്തിലോട്ടാണ് നമ്മൾ പുഷ് ആവുന്നത്. എന്തായാലും ഇത് ട്രാൻസാക്ഷൻ നമ്മൾ എപ്പോഴും ക്യാഷ് ആയിരിക്കില്ല. ട്രാൻസാക്ഷൻ ക്യാഷ് ആണെങ്കിൽ പോലും അത് എപ്പോഴേലും ഇതുണ്ടാവും. നമുക്ക് ബിസിനസ്സിൽ കണക്ക് കാണിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ പ്യുവറായിട്ട് അതൊരു ഓഡിറ്റ് ഓഡിറ്റ് ഒക്കെ എന്തായാലും കാര്യങ്ങളിലൊക്കെ ഉറപ്പായിട്ട് വരും. ടാക്സ് സിസ്റ്റം കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഇൻഫോസിസ് പോലത്തെ കമ്പനി. അതെ 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 അതെ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഒരു വലിയൊരു ഫൈൻ ലീഗൽ ഇതിൽ പോകുന്നേക്കാളും നല്ല നമ്മൾ കറക്റ്റായിട്ട് റൈറ്റ് വേ തന്നെ പോകുന്നതായിരിക്കും ബെറ്റർ. എങ്കിലേ നമുക്കൊരു സ്കേലബിലിറ്റി പോസിബിലിറ്റി ഉള്ളൂ. പിന്നെ ഒരു ഇൻവെസ്റ്റർ വരണമെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രമേ. പിന്നെ ഗവൺമെന്റ് സൈഡിൽ നിന്ന് നമുക്ക് ഈ മെയിനായിട്ട് ഈ ടാക്സ് അടയ്ക്കാൻ ആൾക്കാർ മടിക്കുന്നത് ഈ ടാക്സിന്റെ കൂടുതൽ യുഎയിലൊക്കെ ആണെങ്കിൽ വാറ്റാണ് 5% വാറ്റ്, കോർപ്പറേറ്റ് ടാക്സ് 9% നമുക്ക് അവിടെ ടാക്സ് ഇല്ല. അത് കഴിഞ്ഞ 9% ഉള്ളൂ. പക്ഷെ അത് കൺട്രി ഡിഫറൻസ് ആണ്. GDP എഫക്റ്റ് ആവും എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഒരു ടാക്സ് ഇത്രയും പുഷ് ചെയ്തത്. എന്തൊരു അപ്പുറം കുറച്ച് ടാക്സ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഫയൽ ചെയ്യും കറക്റ്റായിട്ട്. പേഴ്സണൽ ടാക്സ് തന്നെ ഒരു 12 lakhs എല്ലാവരും ഫയൽ ചെയ്യാനുള്ള ഒരു മോഡലിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമുക്ക് എത്ര ചെറിയൊരു 10% ഇതിനകത്ത് ടാക്സ് അടയ്ക്കുന്നുള്ളൂ ഇത്രയും പോപ്പുലേഷൻ. അതെ, അത് വെച്ചാണ് നമ്മൾ കൺട്രി കംപ്ലീറ്റ് ഓടുന്നത്. അതും ഒരു കാര്യമാണ്. അത് കറക്റ്റാണ്. നമ്മളിപ്പോൾ സർവീസ് കൊടുക്കുമ്പോൾ തന്നെ അതിന് ക്ലയൻസ് പറയാറുണ്ട് GST വേണ്ട. ഞാൻ പറഞ്ഞ കച്ചവടം ചെയ്യണ്ട, GST ബില്ല് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്തു പോകാന്നുള്ള. നമുക്ക് നമ്മളങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്തായാലും ഗവൺമെന്റ് GST അടയ്ക്കും. അതെ, നമുക്ക് എന്തായാലും കണക്ക് കാണിച്ചേ പറ്റുള്ളൂ. അത് നമ്മൾ GST അവർക്ക് ആ ബില്ല് എടുത്ത് വെച്ചിട്ട് GST അയച്ചു കൊടുത്താൽ കമ്പനി കൂട്ടും. അതെ അതെ നമ്മളെ കമ്പനിയുടെ ഇഷ്യൂ വരും. അപ്പൊ അതിനേക്കാളും നല്ലത് ആ ഒരു ക്ലയന്റിനെ എടുക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ബെറ്റർ എപ്പോഴും കറക്റ്റ് വേയിൽ തന്നെ ടാക്സ് ഫയൽ ചെയ്ത് തന്നെ പോകുന്നതാണ്. ഇനി നമുക്ക് ലാസ്റ്റ്, ഇപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ഇപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്, ഇപ്പം പുതുതായിട്ട് വരുന്ന ഒരാളിന് പേഴ്സൺ കൊടുക്കുന്ന ഒരു എന്താണ് ഒരു മെസ്സേജ്? ഇപ്പോൾ പുതുതായിട്ട് ബിസിനസ്സിന് ആഗ്രഹം ഉള്ള കുറേ ആൾക്കാരുണ്ട്. അവർ മെയിനായിട്ട് വരുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇത് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. സത്യം പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആവാൻ പറ്റില്ല. നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുക, ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ചിലപ്പോൾ ഫെയിലാവും, ചിലപ്പോൾ സക്സസ് ആവും. അപ്പം അതൊരു ലേണിംഗ് സ്റ്റേജാണ്. നമുക്ക് അത് വെച്ചിട്ട് പയ്യെ ബിൽഡ് ചെയ്ത് വരിക എന്നുള്ളതാണ്. പിന്നെ ഇതിനൊരു പെയിൻ പോയിന്റ്, കസ്റ്റമർ പെയിൻ പോയിന്റ് എന്താണ്, അതിന് സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് തന്നെ നമ്മൾ സർവീസ് സ്കെയിൽ അപ്പ് ചെയ്ത് പോവുക. പിന്നെ ഇതൊരു ട്രസ്റ്റ് ഫാക്ടർ, കോർ വാല്യൂ. അതെ, നമ്മള് മുമ്പുള്ള ഈ കോഫൗണ്ടർ കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമ്മൾ കുറെ നേരം ഇതിനെ കുറിച്ച് സംസാരിച്ചു. നമുക്ക് ഇനിയും ഒരുപാട് ടോപ്പിക്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഹാസന്റെ ഫുൾ എക്സ്പീരിയൻസ് നമുക്ക്. ഞാനിപ്പോ പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കോമൺ ആയിട്ട് ഇപ്പോഴും ഞാൻ കാണിച്ച മണ്ടത്തരങ്ങൾ കാണിക്കുന്ന ഫൗണ്ടേഴ്സ് ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സേവിങ്സ് അക്കൗണ്ട് തൊട്ട് ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തുന്ന ആൾക്കാർ. അപ്പൊ അതിനൊക്കെ ഒരു ഗൈഡൻസിന് കമ്മ്യൂണിറ്റി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്റെ ചാനലിൽ കൂടെ ഞാൻ അങ്ങനെയുള്ള കുറെ സംഭവം ചാനലും കൂടെ ഫോളോ ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം.
അപ്പോൾ നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഇനിയും ഒരു പോഡ്കാസ്റ്റിൽ ഇരിക്കാം, കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഹസൻ്റെ എല്ലാ ബിസിനസ്സുകളും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. നമുക്ക് ക്രോസ് റവന്യൂ അവിടെ ഉണ്ടാവട്ടെ. നമുക്ക് അത് കുറച്ച് കഴിഞ്ഞ് നമുക്ക് വീണ്ടും അതിന്റെ പുതിയ ലേണിങ്സും ആയ കുറെ കൂടെ ഉള്ള എക്സ്പീരിയൻസും ഷെയർ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം.